السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. നമ്മൾ ഒത്തുകൂടിയത് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും എത്തിക്കട്ടെ. ചെയ്യുന്ന അമലുകൾക്കൊക്കെ അള്ളാഹുവിൻ്റെ സ്നേഹം കൊണ്ട് അവൻ പരിഗണിക്കുന്ന വലിയ പരിഗണനയുണ്ട്. ആ പരിഗണന നമുക്കും അള്ളാഹു നൽകട്ടെ. പരകോടി സൃഷ്ടികൾക്ക് നരകമോചനം കൊടുത്ത് സ്വർഗം കൊടുക്കുമ്പോൾ നമ്മളെയും അള്ളാഹു ആ സ്വർഗവാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും സങ്കല്പിക്കുന്ന ഒരു ലോകമാണ് സ്വർഗം എന്നത്. പുണ്യ റമളാൻ വന്ന അന്ന് മുതൽക്ക് അറിഞ്ഞും അറിയാതെയും നമ്മൾ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് സ്വർഗത്തെയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. പിന്നെ ചോദിച്ചത് അസ്അലുക്കൽ ജന്ന എന്നാണ്. സ്വർഗമാണ് ചോദിച്ചത്. സ്വർഗം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. 3 വട്ടം സ്വർഗം തുടരെ തുടരെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ 3 വട്ടം സ്വർഗം തുടരെ 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 ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നാൽ 4ാമത് സ്വർഗം പറയും, അല്ലാഹുവേ എന്നെ 3 വട്ടം ചോദിച്ചവനെ എനിക്ക് വേണം എന്ന്. 3 വട്ടം നരകത്തെ തൊട്ട് അഭയം തേടിയാൽ 4ാമത് നരകം പറയും, പടച്ചവനെ 3 വട്ടം എന്നെ വേണ്ടാന്ന് പറഞ്ഞവൻ എനിക്കും വേണ്ട. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജാതിമത ഭേദമന്യേ എല്ലാവരും സങ്കല്പിക്കുന്ന ആ ലോകം പൊതുവെ എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നതും പഠിച്ചു വച്ചിരിക്കുന്നതും സന്തോഷങ്ങളും സുഖങ്ങളും മാത്രമുള്ള ഒരു ലോകമാണ് സ്വർഗം എന്നതാണ്. അതിൽ മുസ്ലിമീങ്ങളുടെ സങ്കല്പവും മുസ്ലിം അല്ലാത്തവരുടെ സങ്കല്പവും മതം ഇല്ലാത്തവൻ പോലും സ്വർഗം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവന്റെ സങ്കല്പവും സുഖങ്ങളും സന്തോഷങ്ങളും മാത്രമുള്ള ഒരു ലോകമാണ് സ്വർഗം എന്നാണ്. അങ്ങനെ സ്വർഗത്തെ സങ്കല്പിക്കുന്നതിൻ്റെ വിപരീത ധ്രുവത്തിൽ നരകത്തെ സങ്കല്പിക്കുന്നതും ഉണ്ട്. നരകത്തെ സങ്കല്പിക്കുമ്പോൾ ദുഃഖങ്ങളും ക്ലേശങ്ങളും വേദനകളും മാത്രമുള്ള ഒരു ലോകം, നരകീയ ജീവിതം എന്നൊക്കെ മതമില്ലാത്തവൻ പോലും പറഞ്ഞാൽ അത് തന്നെയാണ് സങ്കല്പം. അപ്പൊ ഈ രീതിയിൽ മനുഷ്യരിൽ പൊതുവെ ഉള്ള ഒരു കാഴ്ചപ്പാടാണ് സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഒരുപോലെ എന്നുള്ളത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് സ്വർഗം യഥാർത്ഥത്തിലുള്ളതാണ്. സ്വർഗം ഉണ്ട് എന്ന് വിശ്വസിക്കൽ ഈമാന്റെ ഭാഗമാണ്. ഈമാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്വർഗത്തിൽ വിശ്വസിക്കുക എന്നത്. ഇനി കേട്ടോളൂ, സത്യവിശ്വാസിയായി ജീവിച്ച് മരിച്ച ആൾക്കാണ് അള്ളാഹു സ്വർഗം നൽകാം. അല്ലാതെ മുസ്ലിമായ എല്ലാവർക്കും സ്വർഗം കിട്ടണമെന്നില്ല. സ്വർഗം കിട്ടുക എന്നത് സത്യവിശ്വാസിയായി ജീവിച്ച് മരിക്കുക എന്ന ആ ദൗത്യത്തിൽ ആര് പൂർത്തീകരണം സാധ്യമായോ അവനിലാണ് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ച് സത്യവിശ്വാസത്തിലായി മരണപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്നൊരു ഔദാര്യമാണ് സ്വർഗം എന്നുള്ളത്. സ്വർഗത്തിലെ സൗകര്യങ്ങളും സ്വർഗത്തിന്റെ സങ്കല്പങ്ങളും നമ്മൾ കണക്ക് കൂട്ടുന്നതിനപ്പുറത്താണ്. ഇത് സംബന്ധമായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്ന ചെറിയ ചെറിയ തുണ്ടുകളുണ്ട്. പൂർണ്ണമായും പറഞ്ഞു പോകുന്നു എന്നല്ല. സ്വർഗത്തെ പറഞ്ഞാലും നരകത്തെ പറഞ്ഞാലും ആ പറഞ്ഞു വരുന്നതിന്റെ ചെറിയ ചെറിയ തുണ്ടുകളാണ്. പിന്നീട് ചിന്തിക്കലാണ്, ആലോചിക്കലാണ്, ആഗ്രഹിക്കലാണ്, വേദനിക്കലാണ്. സ്വർഗമായാലും നരകമായാലും ഇൻഷാ അല്ലാഹ് ഒരല്പം അതേക്കുറിച്ച് നമുക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമല് ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു തീർക്കാൻ കഴിയാത്തതും ഹൃദയം കൊണ്ട് ആസ്വദിച്ച് തീർക്കാൻ കഴിയാത്തതുമായ ഒന്നാണ് സ്വർഗം. ഒരു പുതിയ വീട് വെച്ചാൽ ആദ്യത്തെ ഒരു 10 ദിവസം എല്ലാത്തിനെയും എല്ലാ ഭാഗവും കാണുമ്പോൾ ഒരു പുതിയ സന്തോഷവും ഒരു പ്രത്യേക ഇഷ്ടവും എന്തൊക്കെയോ ഒരു വലിയൊരു ആനന്ദത്തിലാണ് ഒരാൾ.
10 ദിവസം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ പുതിയതിനോടൊന്നും ഒരു പുതുക്കം തോന്നൂല. പിന്നെ അവൻ്റെ ആ സന്തോഷങ്ങൾ അതിൽ സ്പർശിതമായി എപ്പോഴും നിരന്തരം നിലനിന്ന് കൊള്ളണമെന്നില്ല. എന്നാൽ സ്വർഗം അങ്ങനെ എപ്പോൾ കണ്ടാലും ആദ്യമായിട്ട് കാണുന്ന പോലെ തോന്നും. അത് ഒരാഴ്ചയോ 2 ആഴ്ചയല്ല, ഖാലിദീന ഫിഹ, എത്രയോ കാലം, നമുക്ക് പറയാൻ കഴിയാത്ത അത്രയും വലിയ ശാശ്വതമാണ് സ്വർഗം. ആ ഫ്രഷായിരിക്കുന്ന അവസ്ഥ, നമ്മുടെ മനസ്സിൽ അതിൻ്റെ ആ പുതുക്കം, ആ പുതിയ സന്തോഷം, എത്രയോ കാലം നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു ശാശ്വതമായ കാലം നമുക്ക് ആ പുതുക്കത്തിൽ തന്നെ, സന്തോഷത്തിൽ തന്നെ സ്വർഗം എന്നും നമ്മുടെ മനസ്സിൽ ഒരു പുതിയ അനുഭവമായിരിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്, ഖുദ്സിയായ ഹദീസാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഇരുവരും അവരുടെ സ്വഹീഹുകളിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. അള്ളാഹു പറഞ്ഞു, അഇദദതു ലിഇബാദി الصالحين ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر. എൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ വിഭവങ്ങളെക്കുറിച്ച് അതിനെ കണ്ടു തീർക്കാൻ ഒരു കണ്ണിനും കഴിയില്ല, അതിനെ കേട്ടാസ്വദിച്ച് തീർക്കാൻ ഒരു കാതിനും കഴിയില്ല, കണ്ണടച്ചിരുന്നിട്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ സങ്കല്പിക്കാൻ ഒരു മനുഷ്യ ഹൃദയത്തിനും കഴിയില്ല. അത്രയും വലിയ സർപ്രൈസാണ് സ്വർഗം എന്ന് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഒരു സൃഷ്ടിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നതിലും സങ്കല്പിക്കുന്നതിലും കേൾക്കുന്നതിലും പറയുന്നതിലും. ആ ലിമിറ്റേഷൻ അപ്പുറത്തേക്കാണ് അള്ളാഹു സ്വർഗത്തെ അവതരിപ്പിക്കുന്നത്. ഇനി അതിനപ്പുറം പറയാൻ വേറൊന്നുമില്ല. അള്ളാഹുവിൻ്റെ പ്രഖ്യാപന മിസ്ദാഖു ദാലിക ഫീ കിതാബില്ലാഹ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമാനമായ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് സജദയുടെ 17-ാമത്തെ ആയത്ത് ഓതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്ൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരു ശരീരത്തിനും തീരെ അറിയില്ല, അള്ളാഹു സർപ്രൈസ് ആക്കി വെച്ചിരിക്കുന്ന, അവൻ അത് കാണുമ്പോൾ അവൻ്റെ കണ്ണിനിങ്ങനെ കുളിർമ വരുന്ന ആ മഹത്തായ ഭാഗ്യത്തെ ഒരു ശരീരത്തിനും അറിയാൻ കഴിയില്ല. അത്ര വലുതാണ്, മനുഷ്യനെ അറിഞ്ഞു തീർക്കാൻ കഴിയില്ല. അത്രയും വലിയ സൗകര്യമാണ് സ്വർഗം എന്ന് ഖുർആൻ. അള്ളാഹു ഇത് വെച്ചിരിക്കുന്നത് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അമലുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന സമ്മാനമാണ് ഈ സ്വർഗം എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു തരട്ടെ, അള്ളാഹു നമുക്ക് തരട്ടെ. എന്നാൽ ഈ സ്വർഗത്തെക്കാളും അപ്പുറമുള്ള ഒരു കൂലിയുണ്ട്, അതാണ് നോമ്പിന്റെ കൂലി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹു കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ കണക്ക് കൂട്ടിയാൽ തീരില്ല. സ്വർഗം എന്നുള്ളത് വെച്ച് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് സ്വർഗം തന്നെ പറയാൻ കിട്ടണില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, പരിശുദ്ധ ഹദീസ് പറഞ്ഞത്, അത് പറഞ്ഞാലും തീരൂല, കണ്ടാലും തീരൂല, കേട്ടാലും തീരൂല, ചിന്തിക്കാൻ പോലും നമ്മുടെ മനസ്സിന് കഴിവില്ല അതിനെക്കുറിച്ച്. അത്രയും വലിയൊരു സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളുമാണ് സ്വർഗം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗവാസിയുടെ ഭംഗി എന്താ, എന്തൊരു ഭംഗിയാണ് സ്വർഗവാസിയുടെ ഭംഗി. സ്വർഗത്തിന്റെ ഭംഗി പറഞ്ഞാൽ തീരില്ല. عن معاذ بن جبل رضي الله عنه أن النبي صلى الله عليه وسلم قال يدخل أهل الجنة الجنة جردا مردا مكحلين أبناء 30 أو 33 سنة. ഇമാം തുർമിദി അവിടുത്തെ ജാമിഇലെ ഹദീസ് പറയുന്നുണ്ട്, ഇബ്നു അബീ ശൈബ അവിടുത്തെ മുസന്നഫിൽ പറയുന്നുണ്ട്. എന്താണ് സ്വർഗവാസിയുടെ ഭംഗി? സ്വർഗവാസിയുടെ ഭംഗി, യദ്ഖുലു അഹ്ലുൽ ജന്നത്തിൽ ജന്ന മുർദം ജുർദം മുർദാ. ഒരു 13 വയസ്സുള്ള ഒരു കുട്ടിയെ കണ്ടാൽ ആ കുട്ടിയുടെ സ്കിന്നിന്റെ മൃദുലത എന്തൊരു സോഫ്റ്റ് ആയിരിക്കും. ഒരു പ്രായപൂർത്തിയോടടുത്ത ഒരു 10, 12, 11 വയസ്സൊക്കെയുള്ള കുട്ടികളുടെ സ്കിന്നിന്റെ മൃദുലത എന്താണോ, ആ ഒരു കാന്തി എന്താണോ, അതായിരിക്കും സ്വർഗവാസിയുടെ തൊലിയുടെ. ഹബീബായ നബിയുടെ മുന്നിൽ ഒരു ഉമ്മ വന്ന് പറഞ്ഞല്ലോ, എനിക്ക് സ്വർഗം വേണം നബിയെ. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വയസ്സന്മാരൊന്നും സ്വർഗത്തിലില്ല എന്ന്. തീർന്നില്ലേ? അവർക്ക് കുറച്ച് ഈമാനുള്ളതുകൊണ്ട് ബോധം കിട്ടുകയാണില്ല. വയസ്സായവരൊന്നും സ്വർഗത്തിലില്ലാതെ റസൂലുള്ളാഹി പറഞ്ഞു. സ്വഹാബികൾ ഞെട്ടിപ്പോയി. ആ സഹോദരി ചോദിച്ചു, കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എനിക്ക് സ്വർഗമില്ലേ?
അങ്ങേക്ക് ഇല്ല എന്നല്ലല്ലോ പറഞ്ഞത്. വൃദ്ധരായ അവസ്ഥയിൽ ആരും സ്വർഗത്തിലില്ല. എന്തുകൊണ്ട്? കാലപ്പഴക്കം കൊണ്ട് നീ നരക്കണ്ട, 33-ലൊരിക്കലും കവിയണ്ട. അവിടുത്തെ പ്രായത്. അതുകൊണ്ട് പ്രായമായവരൊക്കെ നേരെ മുകളിലേക്ക് പോയവരൊക്കെ പിടിച്ച് താഴേക്ക് ഇറക്കും, താഴെ പ്രായത്തിലുള്ളവരെ പിടിച്ച് മുകളിലേക്കും കയറ്റും. എന്നിട്ട് എത്രത്തിന് നിർത്തും? 30-ഓ 33. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് ക്രീം തേക്കണ്ട. സ്വർഗവാസിക്ക് അള്ളാഹു കൊടുക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ചിന്തിക്കാൻ കഴിയും. ആ മനുഷ്യന്റെ സ്കിന്നിന് അമ്രതായ ആളുകൾ എന്ന് പറഞ്ഞാൽ 12-13 വയസ്സ് വരുന്ന കുട്ടികളുടെ സ്കിന്നിന്റെ മൃദുലത, അതായിരിക്കും സ്വർഗവാസിക്ക് അള്ളാഹു നൽകുക. ഇനി കേട്ടോളൂ. അതുപോലെ തന്നെ ജുർദാണ്. ജുർദ് എന്ന് പറഞ്ഞാൽ രോമങ്ങളൊന്നും അങ്ങനെ വല്ലാതെ രോമങ്ങൾ കൊണ്ട് തിങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതി അല്ല. ഒരു കട്ടത്താടി അങ്ങനെ ഒന്നും രോമങ്ങൾ തിങ്ങി നിൽക്കില്ല. ചില സന്ദർഭങ്ങളിൽ ചില ചെറിയ ചെറിയ ചുരുള രോമങ്ങൾ ഉണ്ടാവാം, അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ചെറിയ ചെറിയ ചുരുള രോമങ്ങൾ, ചുരുണ്ടിരിക്കുന്ന രോമങ്ങൾ. ഇത് ആണുങ്ങളെ കുറിച്ചായി പറയുന്നു. അങ്ങനെയാണ് സ്വർഗവാസി. മുകഹലീൻ, സുർമയിട്ട പോലെ അവരുടെ കണ്ണ് എപ്പോഴും നല്ല തടിച്ചിരിക്കുന്ന കറുത്തിരിക്കുന്ന കൺതടങ്ങൾ. അങ്ങനെയുണ്ട്. കണ്ണെ തന്നെ എത്ര തരത്തിലുള്ള സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയും. എക്സ്ട്രാ ഈ പോളയിൽ കിളിർത്ത് നിൽക്കുന്ന രോമങ്ങൾക്ക് പുറമെ എക്സ്ട്രാ ഈ ആനയുടെ ചെവി പോലത്തെ എന്തോ സാധനമൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. പിന്നെ അതിന് വരയ്ക്കണ പ്രത്യേകതരം പേനകളുണ്ട്. എത്ര സാധനങ്ങൾ അതിന്റെ മുകളിൽ തേക്കണതുണ്ട്, താഴെ തേക്കണതുണ്ട്. എന്തെല്ലാം കാട്ടിക്കൂട്ടുണ്ടെന്നറിയാം ആ കുറഞ്ഞ ഏരിയയില്. സ്വർഗവാസിയുടെ കണ്ണിന് നല്ല തടിപ്പും നല്ല കറുപ്പുമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അബ്നാ 30. ഒന്നുകിൽ അവരുടെ പ്രായം 30 വയസ്സ്, ഔ 30 സന, അല്ലെങ്കിൽ 33 വയസ്സ്. സയ്യിദുനാ റസൂലുള്ളാഹി. എന്താണ് സ്വർഗവാസിയെ കാത്തിരിക്കുന്നത്? ഖുർആൻ ഒരിടത്ത് പറയുന്ന സ്വർഗമല്ല മറ്റൊരിടത്ത്. എന്തൊരു ഭംഗിയാ സ്വർഗത്തെങ്ങനെ പറയുന്ന ആയത്തുകൾ കണ്ണടച്ചിരുന്ന് ആലോചിച്ചാൽ സ്വർഗത്തിന്റെ സൗന്ദര്യം. നമുക്ക് ചില ആയത്തുകളിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അറിയാവുന്നവർ എൻ്റെ കൂടെ ഓതിക്കോട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ദൂദ് وطلح ممدود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أرسلناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين. അല്ലാഹു അതിൽ ഞങ്ങളെ ഉൾപ്പെടുത്ത് അല്ലാഹ്. ഈ ആയത്ത് ഓതി പറഞ്ഞതിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. വലത്തെ കയ്യിൽ കിതാബ് കിട്ടണം, അള്ളാഹു തരട്ടെ. വലത്തെ കയ്യിൽ കിതാബ് കിട്ടി വലം ഭാഗം കൊള്ളേ യാത്ര തിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. വലത്തേക്ക് തിരിച്ചുവിടപ്പെടും, ഇടത്തേക്ക് തിരിച്ചുവിടപ്പെടും. വലത്തേക്ക് തിരിഞ്ഞു പോകുന്നവർ അള്ളാഹു ചേർക്കട്ടെ. ഖുർആൻ പറയുന്നു അസ്ഹാബുൽ യമീൻ. വലം കയ്യിൽ കിതാബ് കിട്ടി വലത്തേക്ക് തിരിഞ്ഞു പോകുന്ന ആളുകൾ അവർ മാ സുഹാബുൽ യമീൻ, എന്തൊരു ഭാഗ്യമുള്ളവരവർ. ഫീ സിദ്രിൻ മഖ്ദൂദ്. അവരെവിടേക്കാ പോകുന്നതെന്നറിയുമോ? മുള്ളില്ലാത്ത ഇലന്ത മരത്തിന്റെ ചുവട്ടിലേക്കാ അവർ പോകുന്നത്. മുള്ളില്ലാത്ത ഇലന്ത മരം, എന്തൊരു ഭംഗിയായ തണൽ മരങ്ങളാണ്. ആ മുള്ളില്ലാത്ത ഇലന്ത മരങ്ങളാൽ സമ്പൽ സമൃദ്ധമായ പ്രകൃതിയെ വർണ്ണിക്കുകയായത് സ്വർഗമാണ്. പടലകൾ ഉള്ള, പടലകൾ കുലച്ചു നിൽക്കുന്ന കുലയോട് കൂടിയ വാഴത്തോപ്പുകളിലൂടെയാ അവർ പോകുന്നത്.
സ്വർഗത്തിന്റെ ചെടിയാ വാഴ ഖുർആൻ. സ്വർഗത്തിന്റെ ചെടിയാ വാഴ പരിശുദ്ധ ഖുർആൻ. നമ്മുടെ പറമ്പിൽ ഒരു വാഴ വേണേ, അത് സ്വർഗത്തിന്റെ അനുഗ്രഹ ചെടിയാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിഅ. വാഴ വേണം, വാഴ നടാൻ അതിന് മാത്രം സ്ഥലം. എന്തോ ഒരു പ്രതിരോധം ഈ അന്തരീക്ഷത്തിലുള്ള ഏതോ ഒരു മനുഷ്യന് ഷർറായ ഒരു കാര്യത്തിലുള്ള എന്തോ ഒരു പ്രതിരോധം ഈ വാഴ എന്ന ചെടിയിൽ അള്ളാഹു വെച്ചിട്ടുണ്ടാവും. സ്വർഗത്തിന്റെ ചെടിയാണുള്ളത്, സ്വർഗത്തിന്റെ ചെടിയാണ് വാഴ. അത് കുലച്ചു നിൽക്കുന്നു, പഴുത്തു നിൽക്കുന്ന ആ വാഴയുടെ സമ്പൽ സമൃദ്ധമായ തോപ്പുകളിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഫീ വളില്ലിൻ മംദൂദ്, വളില്ലിൻ മംദൂദ്, പരന്ന് പടർന്ന നിഴൽ തണലിലൂടെ അവർ പോകുന്നു. സ്വർഗത്തിന്റെ അകത്ത് പകലാണ്, പക്ഷേ വെയിലില്ല, എന്നാൽ തണലാണ്. സ്വർഗത്തിന്റെ അകത്ത് പകലാണ്, പക്ഷേ വെയിലില്ല, തണലാണ്, തണലാണ്, തണലാണ്. അവിരാമം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇളനീര് തടാകത്തിന്റെ സമീപത്തു കൂടിയാ അവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിലേക്ക് ആദ്യം കയറി വരുമ്പോൾ ഒരു വാപ്പയെയും ഉമ്മയെയും അള്ളാഹുവിന്റെ മലക്കുകൾ വിളിച്ചിരുത്തി വെള്ളം കൊടുക്കും. ആ വെള്ളം, ആ നദിയിലെ വെള്ളം ആ വാപ്പാക്കും ഉമ്മാക്കും മാത്രമുള്ളതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മകൻ പോയി നോക്കി നിൽക്കും, കൊടുക്കൂല, അല്ലെങ്കിൽ കിട്ടാൻ അർഹതയില്ല. സ്വർഗത്തിൽ ആ വാപ്പാക്കും ഉമ്മാക്കും അള്ളാഹു കൊടുക്കുന്ന വെള്ളം, ആ അരുവിയുടെ വെള്ളം ഈ മകന്റെ പേരിൽ കൊടുക്കുന്നതാ. മകൻ ആലിമാണ് എങ്കിൽ ഉഖ്റവിയായ ആലിമായ മകന്റെ വാപ്പാക്കും ഉമ്മാക്കും അല്ലാഹു സ്വർഗത്തിന്റെ ആ നദി പ്രദാനം ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് ആലിമിനുള്ളതല്ല, ആലിമിന്റെ വാപ്പാക്കും ഉമ്മാക്കുമാണ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു വരുന്നോടത്തുള്ള ഒരു സ്വീകരണമായി കണ്ടത്, ഇപ്പൊ വാഴയുടെ തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്ന് കളകളാരവം ഒഴുക്കുന്ന ആ വെള്ളത്തിന്റെ അരുവി സമൃദ്ധിയുടെ സമീപത്തു കൂടി മെല്ലെ മെല്ലെ മുന്നോട്ട് പോകുന്നു. എന്തൊരു ചൂടുള്ള മഷറ കഴിഞ്ഞു, ഖബറിന്റെ ഞെരുക്കം കഴിഞ്ഞു, ഇരുട്ട് കഴിഞ്ഞു. സ്വർഗത്തിന്റെ വിശാലതയിലെ വെളിച്ചത്തിലെ ഈ സമ്പൽ സമൃദ്ധിയിൽ ഇങ്ങനെ സന്തോഷിച്ച് തുള്ളിച്ചാടിപ്പോവാം. ഓരോ കാഴ്ചകളും കണ്ടതിനേക്കാൾ അപ്പുറം ഇനി അപ്പുറത്തേക്ക് ചൊല്ലുമ്പോ അനുഭവിച്ച സുഖത്തെക്കാളും വലിയൊരു സുഖമാപ്പുറത്തേക്ക് സ്വർഗത്തിന്റെ അകത്തേക്ക് അവർ കടക്കുമ്പോൾ ഒരുപാട് പഴങ്ങൾ അവർക്ക് കാണാൻ കഴിയും, പഴച്ചെടികൾ കാണാൻ കഴിയും. എല്ലാം നിറഞ്ഞേ കണ്ടിട്ടുള്ളൂ, എല്ലാം നിറഞ്ഞേ അവർ കണ്ടിട്ടുള്ളൂ. ആ പഴച്ചെടികളുടെ ഒരെണ്ണം പറിച്ചെടുത്താൽ ആ സമയം തന്നെ അതവിടെ മുളച്ചു വരികയാണ്. കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. അങ്ങനെയാണ്, ഒരെണ്ണം പറിച്ചാൽ അപ്പൊ തന്നോട് മുളയ്ക്കും. വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. സീസൺ അല്ലാത്ത സമയത്തും ഉണ്ടാകുന്ന പഴങ്ങളാ സ്വർഗത്തിന്റെ പഴം. നമുക്ക് അങ്ങനെ ഉണ്ട്, മകരം വന്നാലാ മാവ്, അങ്ങനെ ഉണ്ടല്ലോ. മാവ് പൂക്കണമെങ്കിൽ മകരം വരണം, അങ്ങനെ മകരത്തിലല്ലേ. അങ്ങനെ ഓരോന്നിനും ഒരു സീസൺ ഉണ്ട്. ഓറഞ്ച് ആ സീസണിലേ കിട്ടൂ, മുന്തിരി ആ സീസണിലേ കിട്ടൂ. സ്വർഗത്തിൻ്റെതെല്ലാം എപ്പോഴും കിട്ടുമെന്ന് ഖുർആൻ. ലാ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. എടുക്കും തോറും ഉപയോഗിക്കും തോറും തീരാത്ത ലോകമേ, സൗഭാഗ്യമേ സ്വർഗം. വഫുറുശും മർഫൂഅ. മേൽത്തട്ടിലെ വലിയ ബാൽക്കണിയിലെ നല്ലൊരു സീൻ കണ്ടു തന്നെ കിടക്കാൻ പറ്റുന്ന വലിയ വലിയ വിരിപ്പുകളും ബാൽക്കണികളുമാ നിന്റെ കിടപ്പറ. അങ്ങനെയുണ്ട്, നല്ല വ്യൂ പോയിന്റാ നിന്റെ കിടപ്പറ. വഫുറുശും മർഫൂഅ. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ
ഉർബൻ അത്റാബൻ ലിഅസ്ഹാബിൽ യമീൻ. ആദ്യം പറഞ്ഞു ആർക്കുള്ളതാണെന്ന്? അസ്സാബിഖൂന വഅസ്ഹാബുൽ യമീൻ. മാ അസ്ഹാബുൽ യമീൻ. ഇപ്പൊ നമ്മൾ ആയത്ത് ഓതിയെത്തിയതും ലിഅസ്ഹാബിൽ യമീൻ. വലതുവശത്ത് കൂടെ സ്വർഗപ്രവേശം, വലത്തെ കൈയിലൂടെ കിതാബിന്റെ ലബ്ധി, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ, അവർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ അല്ലാഹു വെച്ചിട്ടുള്ളതെന്ന് ഖുർആൻ. ഒരു ശരീരം എപ്പോഴാ വളർന്നു തീരാ? ഭൂമിയിൽ തീരുന്നുണ്ടോ വളർന്നു? ഇല്ല. ഒരു ശരീരം പരിപൂർണമായി വളരുന്നത് സ്വർഗത്തിലേ വളരൂ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ചില സ്ഥലത്ത് ചില ചെടി നട്ടു കഴിഞ്ഞാൽ അതങ്ങനെ ശോഷിച്ച് പണ്ട് ഈ ബാൽടിവിയുടെ അസുഖം പിടിച്ച ആളുടെ മാതിരി ചിലപ്പോൾ വാടി കരിഞ്ഞ് കുറച്ച് കളയുമ്പോൾ ഇനി അതിന്റെ ഇടയ്ക്കക്കട അപ്പുറത്തെ വീട്ടിൽ ആട്ടുംകുഞ്ഞു വന്ന് അതിന്റെ 2 ഇലയും കൂടി തിന്ന തീർന്നു, പിന്നെ അത് പോയി. എന്നാൽ ഈ തൊഴുത്തിന്റെ ഒക്കെ സൈഡിൽ കൊണ്ടുപോയി ഒരു കുമ്പളങ്ങക്കുരു വെറുതെ നട്ടാൽ മതി, എന്താവും? അല്ലേ? വളർച്ച രണ്ടും നമ്മൾ കാണാറുണ്ട്. ചിലത് ഉണങ്ങി നിൽക്കും, ചിലത് നന്നായിട്ട്. ശരിക്കും മനുഷ്യ, ഞാനും നിങ്ങളും വളർന്നിട്ടുണ്ടോ? വളർന്ന് അങ്ങോട്ട് വരുമ്പോഴേക്കും തുടങ്ങും കൊളസ്ട്രോള്, ഷുഗർ, പിന്നെ ഈ ദുനിയാവിൽ നിന്ന് കിട്ടാവെന്ന് പറഞ്ഞ ആ സൗഭാഗ്യങ്ങളൊക്കെ പകുതിയിലധികം വേണ്ടാന്ന് പറയും ഡോക്ടർ. ഹസീറ ദുനിയാവ് പോയി, ആഖിറത്തിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എന്നിട്ട് ഈ ജീവിതം വെച്ചുകൊണ്ടാണ് ഈ ആളാവണത്. അങ്ങനെയുണ്ട്. ഒരു ശരീരത്തിന് അതിന്റെ പൂർണ്ണ വളർച്ച കിട്ടണേ അങ്ങനത്തെ മണ്ണ് വേണം. ഈ ലോകത്തെ ഏറ്റവും പൂർണ്ണമായ ശരീര വളർച്ചയുമായി വന്ന ആളാണ് സയ്യിദുനാ ആദം. എവിടുത്തെ പ്രൊഡക്റ്റാ? അലൈഹിസ്സലാം. എവിടുത്തെ ആളാണ്? സ്വർഗത്തിൽ നിന്ന് വന്ന ആളാണ്. സാധാരണ സിസ്റ്റം എന്താ? ഭൂമിന്ന് സ്വർഗത്തിലേക്ക് പോകും. എന്ന സ്വർഗത്തിൽ നിന്ന് വന്ന ആളെ പോലെ ആ സ്വർഗത്തിലേക്ക് ഇപ്പൊ നമ്മൾ കയറാൻ പോകുന്നത്. എന്തേ? അവിടെ അങ്ങനെയാണ്. അങ്ങോട്ട് പോണെങ്കിൽ ആ ഒരു ശരീരത്തിൽ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന മനുഷ്യന്മാർ. സ്വർഗത്തിലെ ശരീരത്തിന്റെ ഭാഷയെ കുറിച്ച് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുബഅസു അഹ്ലുൽ ജന്നത്തി അലാ സൂറത്തി ആദം. ആദം നബിയുടെ ശരീരരൂപമായിരിക്കും സ്വർഗത്തിലേക്ക് പോകുന്ന ആൾക്ക് അല്ലാഹു നൽകാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആദം നബിയുടെ ശരീരത്തിന്റെ രൂപം 60 ദിറാ, 60 മുഴം. 60 മുഴം. ആദം നബിയുടെ കാലടയാളൊക്കെ ഭൂമിയിലുണ്ട്. പന്തലായിനി കൊല്ലം പാറപ്പള്ളിയില് മഹാനവരകളുടെ കാലടയാളമാണെന്ന് ഇബ്നു ബത്തൂത്തയെ പോലെയുള്ള ഒരു ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തൊരു നീളമുള്ള കാൽപാദമാണ്! 60 മുഴം നീളമാണ് ആദം നബിയുടെ ഉയരം. ആ ഉയരത്തിലായിരിക്കും ഒരാൾക്ക് സ്വർഗപ്രവേശം. സയ്യിദുനാ റസൂലുള്ളാഹി. വയസ്സാകട്ടെ ഫീ മീലാദി ഈസാ 33. ഈസ നബിയെ ഇവിടെ നിന്ന് ഉയർത്താൻ നേരം അല്ലാഹു മഹാനവറുകൾക്ക് നിശ്ചയിച്ച വയസ്സ് എന്നത് പ്രധാന അഭിപ്രായം 33 വയസ്സാണ്. ഒരു പ്രധാന അഭിപ്രായം 33 വയസ്സ്. ഒരു അഭിപ്രായത്തിന് 40 വയസ്സുണ്ട്. നുബുവത്ത് വേണമല്ലോ. ഈസ നബിയുടെ പ്രായം എന്ന് പറയപ്പെടുന്ന ഒരു പ്രായം 33 വയസ്സാണ്. സ്വർഗവാസിയുടെ വയസ്സ് അതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ജുർദം മുർദം മുകഹലീൻ. സ്കിന്നെല്ലാം ഒരു 13 വയസ്സുകാരന്റെ ആ കാന്തി നിറഞ്ഞു നിൽക്കുന്ന സ്കിന്നാണ്. തൊലിയെല്ലാം അങ്ങനെ, ചർമ്മത്തിന്റെ കാന്തി അങ്ങനെ. അതുപോലെ രോമം തിങ്ങി നിന്നുകൊണ്ട് ഒരു വൃത്തികേട് പോലെയില്ല, എന്തോ ഒരു ഭംഗിയാണ്. മാത്രവുമല്ല കണ്ണുകൾക്ക് തടിപ്പും സുറുമയുടെ കറുപ്പുമാണ്. സുമ്മ യുദ്ഹബു ബിഹിം ഇലാ ശജറത്തിൻ ഫിൽ ജന്നാ ഫയുക്സൂന മിൻഹാ. സ്വർഗത്തിൽ അവർ കടന്നു ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലേക്ക് അവരെ കൊണ്ടുപോകപ്പെടും. അവർക്ക് കുടിക്കാനുള്ളത് അവിടെ കൊടുത്തുകൊണ്ട് തുടങ്ങും. ലാ തബ്ലാ സിയാബുഹും. സ്വർഗത്തിൽ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം തേച്ച് വെച്ച ഇസ്തിരിയിട്ടതിന്റെ ചുളുക്ക് ചുളുങ്ങിപ്പോകുന്നതല്ല. ഇസ്തിരിയിട്ടതിന്റെ ഒരു വടിവുണ്ടല്ലോ, അത് ചുളുങ്ങി പോകില്ല. എത്ര കാലം കഴിഞ്ഞാലും അതങ്ങനെ തന്നെ ഇരിക്കും. ലാ യഫ്നി ശബാബുഹും. അവരുടെ യൗവനത്തിൽ ഒരു കൂടലും വരുന്നില്ല, ഒരു വർധനവില്ല. യൗവനം അങ്ങനെ തന്നെ നിൽക്കുന്നു, അങ്ങനെ തന്നെ നിൽക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ വാഖിഅയുടെ വ്യാഖ്യാനം ഇബ്നു കസീർ ഈ ഹദീസ് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈസാ നബി ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടത് 33 വയസ്സ്, 34 വയസ്സ്, 40 വയസ്സെന്നൊക്കെ അഭിപ്രായം ഉണ്ട് കേട്ടോ. അതാണ് സ്വർഗവാസിയുടെ വയസ്സായി പറയുന്നത്.
നോക്കൂ, സ്വർഗത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദം നബിക്ക് ഒരു ഓമന പേരുണ്ട്. സ്വർഗത്തിൽ ആർക്കും ഓമന പേരില്ല. എല്ലാവർക്കും സ്വന്തം പേരാ ഉള്ളത്. നമുക്ക് നാട്ടിലുണ്ട് കുറെ ഓമന പേര്, നാട്ടുകാരെ വിളിക്കുന്നത്, കൂട്ടുകാരെ വിളിക്കുന്നത്. അപ്പുറത്തെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുമ്പോ അന്നേരം വിളിക്കണം. അന്ന് മാത്രം പറയുന്ന ചില പേരുകളുണ്ട്. ഓരോ മനുഷ്യന്മാർക്ക് ദുനിയാവിലും പല പേരുകളാ. അസ്മാ ഉൻ ഷത്ത, വ്യത്യസ്തങ്ങളായ പേരുകളാ. സ്വർഗത്തിൽ ഒറ്റ പേരേ ഉള്ളൂ. ഒരു മനുഷ്യന് സ്വർഗത്തിൽ ഒറ്റ പേരേ ഉള്ളൂ. അത് അള്ളാഹു ഇഷ്ടപ്പെട്ട ആ പേര്. ആ ജീവിതത്തിൽ പലരും പലതും വിളിച്ചിട്ടുണ്ടാവും. ഉമേറിനെ വിളിച്ചിരുന്നു അബൂ ഹുറൈറ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാൻ അവിടെ വിളിക്കുക അബൂ ഹുറൈറ എന്ന. അങ്ങനെയായിരിക്കും അള്ളാഹുവിന് ഇഷ്ടമായത് ഏതൊരു പേരാണോ. നശിച്ചവനെ ഇബ്ലീസ് എന്നൊക്കെ മക്കൾ വിളിക്കുമ്പോൾ ആലോചിച്ച് നോക്കണം കേട്ടോ. ആ പേരുള്ള ആളൊന്നും അങ്ങോട്ട് പോവില്ല. കാരണം ഇബ്ലീസ് എന്ന് വിളിച്ച് അള്ളാഹു എന്തായാലും ഇഷ്ടപ്പെടൂല. അങ്ങനെ പേരുള്ള ഒരു ക്വാളിറ്റിയിലുള്ള ഒരാൾ വളർന്നു വന്ന് ഇബ്ലീസ് എന്ന് മക്കളെ വിളിക്കാൻ കൊള്ളില്ലല്ലോ, ശൈത്താൻ എന്ന് വിളിക്കാൻ കൊള്ളില്ലല്ലോ. കാരണം അത് ശപിക്കപ്പെട്ടവൻ എന്നാണല്ലോ അതിനർത്ഥം. അത് ശപിച്ച് പറയും പോലെയല്ലേ. എന്തായാലും സ്നേഹത്തോടുകൂടെ മടമോനെ ഇബ്ലീസ് ഇവിടെ വന്നേടാന്ന് വിളിക്കില്ലല്ലോ. എന്തേ? അതൊരു ശകാരിച്ച് ദേഷ്യം പിടിച്ച് പ്രാഗി നേർന്ന് വിളിക്കുന്ന ഒരു പേരാണിത്. ഇവിടെ ശൈത്താൻ എന്ന് വിളിക്കാൻ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അതൊരു ശാപം സംഭവിച്ച പോലെയാ. സ്വർഗത്തിൽ ആർക്കും ഒരു ഓമന പേരില്ല, ഒരു ഇരട്ട പേരില്ല, സ്വന്തം പേര് മാത്രം. ആധാറിൽ തന്നെ പേര് പല കോലത്തിലാണ് കിടക്കുന്നത്. ഇൻഷിലുള്ളത് ഇല്ലാത്തത് എന്തെല്ലാം എടങ്ങേറ് കുലുമാലിൽ നമ്മൾ കിടക്കുന്നത്. സ്വർഗത്തിലേക്ക് എത്തിയാൽ നമ്മുടെ ഒറിജിനൽ പേര് അവിടെ നമ്മുടെ രേഖകൾക്കൊന്നും ഒരു പ്രശ്നമല്ല. സ്വർഗവാസിയുടെ പേരുകൾ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനം ദുർറുൽ മൻസൂർ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തുന്നു. സ്വന്തം പേരുകൊണ്ട് മാത്രം അറിയുന്നവരാ സ്വർഗത്തിൽ ഓരോരുത്തരും. ഭൂമിയിൽ അങ്ങനെയല്ല. വാപ്പാടെ പേര് വേണ്ടി വരും. ചില പഴയ ആധാരം എടുത്താൽ അല്ലെ, ഒരു പ്രധാന രേഖയാണല്ലോ പഴയ ആധാരം. അതെടുത്താലോ ആധാർ കാർഡ് തന്നെ നോക്കും. സൺ ഓഫ് ഒരു പേരുണ്ടാവും. ആശുപത്രി തന്നെ ആണെങ്കിൽ ബേബി പേരിട്ടിട്ടില്ലെങ്കിൽ തന്നെ ഉമ്മയുടെ പേരിട്ടിട്ട്, അല്ല അങ്ങനല്ലേ, ഉമ്മയുടെ പേര് കൂട്ടിയിട്ട് ഇപ്പുറത്ത് ബേബി എന്നിടും. ആശുപത്രിയിലെ കൊച്ചിന് പേരിട്ടുള്ള അപ്പോഴും ഒരു പേര് കൂടെ വേറെ വേണം. ഇതാണ് അവസ്ഥ. സ്വർഗത്തിൽ ആർക്കും അവനവന്റെ സ്വന്തം പേരല്ലാതെ മറ്റൊരു പേരില്ലെന്ന് പുണ്യനബി. എന്നാൽ ഖബറിൽ ഉമ്മാന്റെ പേരുണ്ട്. ഖബറിൽ വിളിക്കപ്പെടുന്ന ഉമ്മാടെ പേര് ചേർത്തിട്ടാ. ഫാത്തിമ. ഭൂമിയിൽ നിന്നെ പെറ്റ ഉമ്മയുടെ പേര് ഫാത്തിമ എന്നാണെങ്കിൽ ഫാത്തിമയുടെ മോനെ എഴുന്നേൽക്കുന്ന വിളിക്കാം. ഖബറിൽ ഒരാളെ വിളിക്കുന്ന പേര് ഉമ്മാന്റെ പേരിന്റെ കൂടെ, പൊതുവെ ഒരു പേര് വാപ്പാന്റെ പേരിന്റെ കൂടെ ആ ചേർത്ത് വിളിക്കുക. എന്നാൽ ഖബറിൽ അവനെ വിളിക്കുന്നത് ഉമ്മാന്റെ പേരിന്റെ കൂടെ. ഔകമാ ഖാല റസൂലുള്ളാഹി. തൽക്കീനോതുമ്പോൾ ഉമ്മാടെ പേര് ചേർത്ത് വിളിക്കും. സ്വർഗത്തിൽ എല്ലാവർക്കും സ്വന്തം പേര് ഇല്ല. ആദം നബിയുടെ സ്വന്തം പേരല്ല. സ്വർഗത്തിൽ ആദം നബിക്ക് സ്വന്തം പേരിലല്ല വിളി വരുന്നത്. ആദം നബിയെ പേരക്കുട്ടിയുടെ വാപ്പ എന്ന പേരിൽ. ആ പേരക്കുട്ടി ആരാ? നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് നബിയുടെ വാപ്പ എന്ന ആദം നബിയെ സ്വർഗത്തിൽ വിളിക്കാ. എന്തുകൊണ്ട്? ആദം നബിയുടെ ഹിസ്റ്ററിയിൽ ഈ സ്വർഗത്തിൽ ആദം എന്ന പേരിൽ മുമ്പ് കഴിഞ്ഞ കാലഘട്ടത്തിൽ അള്ളാഹ് വിലക്കിയ കനി കഴിച്ചതിന്റെ ഒരു റിമാർക്ക്. അത് തിരുത്താൻ ഇനി അപ്പുറം ആദം എന്ന പേര് മറന്നേക്കോ. പിന്നെ വിളിക്കേണ്ടത് അബാ മുഹമ്മദ്, അബാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. സ്വർഗത്തിലും ആ പേര് കൊണ്ട് അന്തസ് നടിക്കും മഹാനായ ആദം. ഇത് നമ്മുടെ ആദം നബി. ഏതാ ആദം നബി? പണ്ട് സ്വർഗത്തിൽ നിന്ന് അങ്ങനെയൊന്നും ആർക്കും ചിന്ത തന്നെ വരില്ല. എന്താ ഇത്? മുഹമ്മദ് നബിയുടെ പിതാവ് ആദം നബിയാണ്. അതെയോ? ആണല്ലോ. സ്വർഗത്തിൽ വെച്ച് നെറ്റിത്തടത്തിലേക്ക് മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശത്തെ അള്ളാഹു വെച്ചുകൊടുത്ത് സ്വർഗത്തിൽ നിന്നും ആ പ്രകാശത്തെ ഭൂമിയിലെത്തിച്ച അബാ മുഹമ്മദാണ് വരുന്നത്, അബൂ മുഹമ്മദാണ് വരുന്നത്, അബി മുഹമ്മദാണ് വരുന്നത്. ആദം നബിയുടെ പേരങ്ങോട്ട്. കാരണം അത് പറഞ്ഞ ആദം നബി അന്തസ് നടിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
കേട്ടോളൂ, വലൈസ അഹദും മിനൽ ജന്നതി ഇല്ലാ വഹും ജുർദും മുർദുൻ ഇല്ലാ മാ കാന മിൻ മൂസ ഇബ്നു ഇമ്രാൻ ഫഇന്ന ലഹിയതഹു തബ്ലുഗു സുറത. മൂസാ നബിക്ക് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നല്ലോണം രോമമുണ്ടായ ശരീരമാണ് മൂസ നബിയുടെ രോമം. നല്ല ബലമുള്ള രോമ. 2 വസ്ത്രം എപ്പോഴും ഇടണം, അല്ലെങ്കിൽ തുറിച്ച് പുറത്തേക്ക് വരും. 2 കോട്ടിട്ട് എപ്പോഴും നടക്കാം. എന്നാൽ മൂസ നബിക്ക് അത്ര രോമമുണ്ടെങ്കിലും താടി കുറവായിരുന്നു. എന്തൊരു രൂപമായിരിക്കും. എല്ലാ സ്ഥലത്തും നല്ല രോമം, പക്ഷെ താടി. അള്ളാഹുവോടൊരു ചെറിയ വിഷമം മഹാനവറുകൾ ബോധിപ്പിച്ച പോലെ സ്വർഗത്തിൽ ആരുടെയും കവിൾത്തടത്തിൽ താടിരോമം കണ്ടെന്ന് വരില്ല. പക്ഷേ പൊക്കിള് വരെ താടി നീണ്ടു നിൽക്കുന്ന സ്വർഗത്തിന്റെ അനുഗ്രഹീതമായ രൂപത്തിൽ ഒരു മനുഷ്യൻ അവിടെ കാണാം. ആ മനുഷ്യനായിരിക്കും സയ്യിദുനാ മൂസ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് സ്വർഗത്തെ കാണിച്ചു തരല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലേക്ക് കടന്നു ചെന്നാൽ അഭിപ്രായ വ്യത്യാസമല്ല. ഇത്ര ആള് കൂടുന്ന സ്ഥലമല്ലേ, ആ ബെഞ്ച് അവിടെ എടുക്കാം, ഇവിടെ ആ കസേര, എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസം. ഒന്നും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒന്നും, അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒന്നും ഇല്ല. അത് ഏത് കാര്യം എടുത്താലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഒരുമയുള്ള മനസ്സൊരൊറ്റ മനസ്സായിരിക്കും. സ്വർഗത്തിലെ ആളുകൾക്ക് പല ശരീരങ്ങളും ഒറ്റ മനസ്സും. അത് കാരണം അത് കുശുമ്പില്ലാത്ത ലോകമായതുകൊണ്ടാണല്ലോ അതിനെ സ്വർഗം എന്ന് വിളിച്ചത്. കുശുമ്പില്ലാത്ത ലോകമായതുകൊണ്ടാണല്ലോ അതിനെ സ്വർഗം എന്ന് വിളിച്ചത്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഒരു ഹദീസ് പറയുന്നത് കേട്ടോളൂ. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു قال النبي صلى الله عليه وسلم أول زمرة تدخل الجنة على سورة القمر ليلة البدر. സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു പോകുന്ന ആളുകൾ, മഹ്ശറയുടെ കൂട്ടം, ആദ്യം പോകേണ്ട ആളുകളെ വിളിക്കും. ഞാൻ ഒരു ദിക്ർ പറഞ്ഞു തരാം, ആ ദിക്ർ ജീവിതത്തിൽ കൂടുതൽ ചൊല്ലിയവരാണ് ആദ്യം പോകുന്നവരെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവ്വലു മൻ യുദ്ആ ഇലൽ ജന്നത്തി അൽ ഹമ്മാദൂൻ. സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്നവർ കൂടുതൽ ചൊല്ലിയ ദിക്ർ അൽഹംദുലില്ലാഹ് നബി മുഹമ്മദ് മുസ്തഫ അൽഹംദുലില്ലാഹ് കൂടുതൽ ചൊല്ലിയാൽ ആദ്യം പോകുന്ന ബാച്ചിൽ കയറാം. അങ്ങനെയുണ്ട്. നമ്മൾ ഈ ഹജ്ജിനൊക്കെ പോകാൻ നേരത്ത് ആ വിമാനത്താവളത്തില് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകണം. ഏതായാലും ബസ്സിലാണല്ലോ പോകുന്നത്, ഫ്ലൈറ്റ് കയറാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാ, ആദ്യം ഒരു 60 പേരെ അല്ലെങ്കിൽ 40 പേരെ ഇങ്ങനെ. അത് ആരാ ആദ്യം എല്ലാരും പോകുന്നത് ഒരു ഫ്ലൈറ്റിലേക്കാണ്. എന്നാലും ആദ്യം തിക്കിന്ന് ആദ്യം പോകാൻ പറ്റുന്നവര് ആദ്യം പരിഗണിക്കാൻ. മജ്‌ലിസുൻ നൂർ കഴിഞ്ഞ അന്നദാനം ഉണ്ട്. ആദ്യം കിറ്റ് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. ആദ്യം പോവാൻ കഴിയുന്നത് വസാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. ആദ്യം കടന്നു പോകുന്നവർ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യം പോകുന്നവരെ കാണാൻ നല്ല രസം. എങ്ങനെയാണെന്നറിയോ, അവരെ കാണുമ്പോ നമുക്ക് അന്നേരം തോന്നാ നല്ല നിലാവില് പരിപൂർണ ചന്ദ്രൻ എങ്ങനെയോ ആ ഭംഗിയായിരിക്കും ആദ്യം സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക്. ദൂരെ നോക്കുമ്പോ അങ്ങനെ കാണാൻ കഴിയുക എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ബാച്ച് പോകുമ്പോ അവരെ നോക്കുമ്പോ നമുക്ക് കാണാം വല്ലദീന അലാ ഇത്രിഹിം. ആദ്യത്തെ ബാച്ചിന്റെ പിന്നാലെ രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അവരെ കാണുമ്പോ ആകാശത്തിലെ ഏറ്റവും വെളിച്ചമുള്ള ഏതോ ഒരു നക്ഷത്രത്തെ കണ്ടാൽ എങ്ങനെയാണോ അങ്ങനെ വരാം. വെളിച്ചം അങ്ങനെ കുറഞ്ഞു വരാം. ആകാശത്തിലേക്ക് നോക്കിയപ്പോ ആ പരിപൂർണ ചന്ദ്രനെ മറ്റു നക്ഷത്രങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്ന പോലെ ഒന്നാമത്തെ ബാച്ച് പോകും. രണ്ടാമത്തെ ബാച്ച് പോകുമ്പോ ഇനിയുള്ള ചന്ദ്രൻ അങ്ങോട്ട് പോയി കഴിഞ്ഞു, ഇനി ആകാശത്ത് നക്ഷത്രമുള്ള അതിലെ ഏറ്റവും വെളിച്ചമുള്ള ഒരു നക്ഷത്രം എങ്ങനെയോ അതുപോലെ ആയിരിക്കും രണ്ടാമത്തെ ബാച്ചിനെ കാണാൻ നമുക്ക് പറ്റാ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുലൂബുഹും അലാ ഖൽബി റജുലിൻ വാഹിദ്. സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന എല്ലാവർക്കും ഒറ്റ അഭിപ്രായമാവുള്ളത്. ലഖ്തിലാഫ ബൈനഹും വലാ തബാഗുല. അവർക്കിടയിൽ പരസ്പരം കോപിക്കലില്ല, അവർക്കിടയിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസമില്ല. ഒരു സംഭവം പറയുമ്പോൾ ഖുർത്തുബി ഇവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞതാ. സ്വർഗത്തിന്റെ ഈ കാഴ്ചയും കണ്ടിങ്ങനെ ഭർത്താവിരിക്കും. ആ കാഴ്ചയിൽ ഭർത്താവിന്റെ നോട്ടം മുഴുവൻ സ്വർഗത്തിന്റെ ഈ ഭംഗിയ ഒരൊറ്റ നോട്ടം, സ്വർഗത്തിലെ ആസ്വാദനത്തിന്റെ ഒരൊറ്റ നോട്ടം. അള്ളാന്റെ ഹബീബ് പറഞ്ഞു അത് 70 വർഷമാ. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ശാരീരിക വീഴ്ചയുടെ ടൈമിംഗ്
ഒരൊറ്റ പ്രാവശ്യത്തേത് 40 വർഷമാ സയ്യിദുനാ റസൂലുള്ളാഹി. അത്രയും ടൈമിംഗ് ആണ്. സ്വർഗത്തിൽ ഭാര്യയുടെ മുഖത്തേക്ക് ഭർത്താവ് നോക്കിയാൽ ആ ഒരൊറ്റ നോട്ടത്തിന് ഒന്ന് കണ്ണ് സിമ്മാൻ 70 വർഷമാ. അത്രയും വലിയ സൗന്ദര്യ ആസ്വാദനമാണ് സ്വർഗം. ഭർത്താവ് ഇങ്ങനെ കാഴ്ചകൾ കണ്ട്, പഠിച്ചോനെ, ഞാനൊരു 5-6 ഏത്തവാഴ വെച്ചതാ നാട്ടില്, അത് മുഴുവനും കരിക്കം പിടിച്ചു പോയി. എന്താണ് തെങ്ങ് മണ്ടരി, സ്വർഗത്തിൽ ഇതൊന്നുമില്ലല്ലോ. എന്തൊരു രസമാണ് സ്വർഗത്തിൽ. ഏറ്റവും കൂടുതൽ സ്വർഗത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നത് ഭൂമിയിലെ കർഷകർ. ഔ കമാ ഖാല റസൂലുള്ളാഹി. അവിടെ വെച്ചുകൊണ്ട് സ്വർഗത്തിന്റെ മണ്ണെടുത്ത് ഇങ്ങനെ നോക്കും. എന്നിട്ട് പറയും, പടച്ചോനെ ഇതെന്തൊരു മണ്ണാ. സ്വഹീഹുൽ ബുഖാരി. ഈ മണ്ണിലെങ്ങാനുമാണ് എനിക്ക് ഭൂമിയിൽ കൃഷി ചെയ്യാൻ അവസരം കിട്ടിയിരുന്നതെങ്കിൽ, ഇന്നത്തെ ആധുനിക ഭാഷ പറഞ്ഞ ഞാൻ പൊളിക്കും, ഈ മണ്ണിലാണ് എനിക്ക് ഭൂമിയിലെ കൃഷിക്കുള്ള സൗകര്യം കിട്ടിയിരുന്നതെങ്കിൽ. അങ്ങനെ ഉണ്ട്. മണ്ണ് പിടിച്ചിട്ട് ചിലർ പറയും ഈ മണ്ണ് എന്തിനു പറ്റുമെന്ന്. ഒരിക്കൽ പട്ടിക്കാട് ജാമ്യന്ന് ഞാനിങ്ങ് പോരുമ്പോ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പഴയ ഖത്തീബ്, നല്ല കർഷകനാണ് അദ്ദേഹം. ചാലക്കുടി ഭാഗത്തോടെ ട്രെയിൻ ഇങ്ങനെ പോവാ. ട്രെയിൻ പോണത് പാടത്തും പറമ്പിക്കൂടെ ഒക്കെയാണല്ലോ. അപ്പൊ ഇങ്ങനെ ഈ തെങ്ങ് നിൽക്കുന്ന ഭാഗങ്ങൾ കണ്ട് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ ഒരു ചെരിഞ്ഞ പ്രദേശം കണ്ടപ്പോ എന്നെ വിളിച്ചിട്ടുണ്ട്, മോനെ. അപ്പൊ ഞാൻ ഓർത്ത് വേറെന്തോ ആണെന്ന് ഓർത്തത്. അവിടെ തെങ്ങ് കേട്ടോ നന്നായിട്ട് വളരും എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അദ്ദേഹത്തിന് ആ തെങ്ങ് നട്ടാൽ വളരെ, അദ്ദേഹത്തിന്റെ ചിന്ത അത് മാത്രം. അങ്ങനെയുണ്ട്. ചില മണ്ണെടുത്ത് കഴിഞ്ഞാൽ പഴയ കാലം കൃഷിക്ക്, ഏത് കൃഷിക്ക് അത് പറ്റുമെന്ന് അറിയാൻ വേണ്ടി വായിലിട്ട് നോക്കിയാൽ അതിന്റെ ടേസ്റ്റ് കൊണ്ട് അതിന്റെ വളക്കൂർ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കെ പേരക്കുട്ടി സ്ഥിരം മൂത്രമൊഴിക്കണടുത്തുനിന്ന്, വല്യാപ്പ മണ്ണെടുത്ത് വായിലിട്ടോ, ഇവിടെ നല്ലോണം യൂറിയയുടെ അംശമുണ്ട്, ഇവിടെ വാഴ നട്ടാൽ തരക്കേടില്ല എന്ന് തോന്നി. അങ്ങനെ ഒരു തമാശ അതിൻ്റെ ഇടയിൽ കേട്ടിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായും മണ്ണ് കണ്ട കർഷകൻ അറിയാൻ പറ്റും ഇവിടെ എന്ത് വിളയും എന്നുള്ളത്. അള്ളാഹുവോട് പറയാം, എനിക്കിവിടെ കൃഷി ചെയ്യണം. വിത്ത് ചോദിക്കും. അള്ളാഹു വിത്ത് കൊടുക്കും. വിത്ത് കൊടുത്ത് മൂപ്പര മണ്ണൊക്കെ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ആ വിത്ത് ഒരൊറ്റ വീശൽ, അങ്ങോട്ട് വീശലോട് കൂടെ തിരമാല വരുന്ന പോലെ ഒരൊറ്റ നിമിഷം കൊണ്ട് അത് മുളയ്ക്കുകയും അത് വിളയുകയും അത് കൊയ്യാനുള്ള പാകത്തിലാവുകയും കൊയ്തെടുത്ത പോലെ അവന്റെ മുന്നിൽ അത് കൂട്ടിവെക്കപ്പെടുകയും ചെയ്യും. എല്ലാം കൂടി ഒറ്റ സെക്കൻഡ് ഞെട്ടിപ്പോകും. അതാണ് സ്വർഗത്തിന്റെ കൃഷി. കർഷകരായിരിക്കും മിക്കവാറും ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാം. അപ്പൊ ഭാര്യ ഇങ്ങനെ വരും, ഈ മൂപ്പരാനെ അന്വേഷിച്ച് വരും. അവിടെ ഇങ്ങനെ തന്നെയാണ്. ചില ആണുങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ മൊബൈലിട്ട് കൊണ്ടുപോകല. ഇതിങ്ങനെ അന്വേഷിച്ചെടുക്കല സ്ത്രീകളുടെ ഒരു തൊഴില്. അപ്പൊ ഇങ്ങനെ മൂപ്പരിങ്ങനെ ഇരിക്ക. വരണ വഴി തന്നെ ഈ ഷോളറിന് നോക്കട്ടെ ഒറ്റ അടിയം കൊടുക്കും. വേദനയില്ലാത്ത ലോകമാ സ്വർഗം. വൈരാഗ്യമില്ലാത്ത ലോകമാ സ്വർഗം. ദേഷ്യം വരാത്ത ലോകമാ സ്വർഗം. ഇവിടെ ഒരു അടി കിട്ടി കഴിയുമ്പോൾ ഭർത്താവ് ഉണരണമെങ്കിൽ അമ്മാതിരി അടി അടിച്ചിരിക്കണം, എന്നാലാ ഉണരൂ. കാരണം ഇത് സ്വർഗത്തിന്റെ സൗന്ദര്യത്തിൽ ലയിച്ചിരിക്കും. അവിടെ നിന്ന് കണ്ണ് പറിക്കണമെങ്കിൽ 70 കൊല്ലം വേണം. അപ്പൊ തന്നെ അങ്ങോട്ട് കണ്ണ് പറഞ്ഞു വരും. അതുവരെ അങ്ങനെ ഒരൊറ്റ അടി. ഇവിടുത്തെ വരിക്കാച്ചൊക്കെ കാലത്ത് 2 കഷ്ണം പുട്ടും പിന്നെ പപ്പടവും കഴിച്ച പെണ്ണല്ല അവിടെ. മഞ്ഞ് സൽവയും സ്വർഗത്തിന്റെ വെള്ളമൊക്കെ കുടിച്ച് ഷുഗറും പ്രഷറും ഒന്നും ഇല്ലാത്ത നല്ല ഐറ്റം അടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു 1-1.5 അടി. അത് അപ്പൊ മൂപ്പരിങ്ങനെ തിരിഞ്ഞു കഴിയുമ്പോൾ ആ കണ്ടതിനേക്കാൾ വലുത് കാണാൻ അവളുടെ കവിൾ തടം കണ്ണാടി പോലെ എന്ന് പുണ്യനബി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിന്റെ വർണ്ണന അള്ളാന്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭർത്താവ് ഭാര്യയുടെ കവിൾത്തടത്തിൽ നോക്കിയാൽ കണ്ണാടി പോലെ കാണാം. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ ആ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നാൽ അവിടെ ആർക്കും പരസ്പരം ദേഷ്യമില്ല. ഭർത്താവ് ഭാര്യയുടെ അടി കൊണ്ടിട്ട് അവളുടെ മുഖത്ത് നോക്കുന്നത് ചിരിച്ചിട്ട് ദേഷ്യമില്ല. അങ്ങനത്തെ ഒരു ലോകമാണ് സ്വർഗം. സ്വർഗവനിതയുടെ ശരീരത്തിന്റെ സൗന്ദര്യം ഹൂറിലിനേക്കാൾ 70,000 ഇരട്ടി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തഫ്സീർ സാവി രേഖപ്പെടുത്തുന്നുണ്ട്. സ്വർഗവനിതയുടെ ശരീരത്തിന്റെ അകത്തെ മജ്ജയെപ്പോലും കാണാം. അവരുടെ അസ്ഥിക്കകത്തുള്ള മജ്ജ പോലും കാണാവുന്ന തിളക്കമാണ് സ്വർഗവനിതയുടെ ശരീരത്തിന്റെ ഭാഷ. സയ്യിദുനാ റസൂലുള്ളാഹി കേട്ടോളൂ കേട്ടോളൂ. സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ലാ യസ്ഖമൂൻ, വേദനയുള്ള രോഗങ്ങൾ അവിടെയില്ല. വലാ യംതഖിത്തൂൻ വലാ യംതഖിത്തൂൻ, കഫൻ ചീറ്റുന്ന രോഗവുമില്ല. നമ്മുടെ നാട്ടിൽ അതിന് നീർക്കെട്ടെന്ന് പറയും അല്ലേ? സ്വർഗത്തിൽ എന്തില്ല?
നീർക്കെട്ടിന്റെ ഗുളിക അങ്ങോട്ട് മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ തന്നെ പകുതി സ്വർഗം ദുനിയാവിൽ തന്നെ ആയി. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ആകെ ഒരു ദിവസം 2 വെറുകും എത്തിയാൽ 3ന്റെ അന്ന് കിടപ്പാ. ബറാത്തിന്റെ കഴുകല് കഴിഞ്ഞതിന്റെ പിറ്റേന്നാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ പാരസെറ്റമോൾ കഴിച്ചെന്ന് എനിക്ക് തോന്നണം. കാരണം എന്താ, അന്ന് തുടങ്ങിയിട്ടുണ്ടാവും നടുവേദന. ആ ഉറങ്ങിക്കിടന്ന എല്ലാ വേദനയും ഇങ്ങോട്ട് ഇറങ്ങി വരും. സ്വർഗത്തിൽ കഫൻ ചീറ്റുന്ന രോഗം ഇല്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ അൽഹംദുലില്ലാഹ്. വലാ യബ്സുഖൂൻ. സ്വർഗത്തിൽ തുപ്പാൻ പോവേണ്ട കാര്യമില്ല, തുപ്പലില്ല. സ്വർഗത്തിൽ തുപ്പൽ ഇല്ല. തുപ്പലിൽ ഇനി ബാക്കി ഒന്നുമില്ലെന്ന്. അതുകൊണ്ടാണ് ആദം നബിയോട് ഭൂമിയിൽ വന്ന് വിസർജിക്കാൻ പറഞ്ഞത്. സ്വർഗത്തിൽ നിന്ന് അത് കഴിച്ചാൽ എന്ത് ചെയ്യണം? അവിടെ തുപ്പല് പോലുമല്ല, പിന്നെ ബാക്കിയുള്ളതുണ്ടോ? മൂത്രമൊഴിക്കലോ കാഷ്ടിക്കലോ ഒന്നും അവിടെ ഇല്ല. സ്വർഗത്തിലെ ആ വിലക്കിയ കനി കഴിച്ചത്, അത് മഹാനവറുകൾ ഭൂമിയിൽ വരാനുള്ളൊരു നിയോഗ. അല്ലാഹു തആല മഹാനവറുകൾക്ക് അത് പുറത്ത് കളയാനുള്ള അവസരമായിട്ട് ഭൂമിയിലേക്കുള്ള ഒരു യാത്ര കൊടുത്തത്. മഹാനവറുകൾ, ഞാൻ വേഗം പറയാം, മഹാനവറുകൾ ഭൂമിയിലേക്ക് വന്നത് ഈ തുപ്പലില്ലാത്ത, അതുപോലെ തന്നെ മൂത്രമൊഴിക്കലില്ലാത്ത, കാഷ്ടിക്കലില്ലാത്ത ഒരു ലോക. തുപ്പലില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആനിയത്തുഹുമുൽ ദഹബു വൽ ഫില്ലാ. സ്വർഗത്തിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വെള്ളിയും സ്വർണവുമാണ്. വഅംസാതുഹുമുൽ ദഹബു. തലമുടി ചീകേണ്ടി വന്നാൽ പെണ്ണുങ്ങൾക്ക് തലമുടി ചീകാൻ സ്വർണത്തിന്റെ ചീർപ്പുകളാണ്. പോലെയുള്ള ഏതോ പുകയ്ക്കുന്ന മനോഹരമായ ഒരു സുഗന്ധത്തിന്റെ പുകയ്ക്കാനുള്ള ഉലുവാങ്കൂട് സ്വർഗത്തിലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ്. അത് പുകയുണ്ടോ എന്ന് പുകയല്ല, എന്നാൽ അതിനൊരു പ്രത്യേക സുഗന്ധം. സ്വർഗത്തിന് പിന്നെയും സുഗന്ധം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. കേട്ടോളൂ, സ്ത്രീകൾക്ക് സ്വർഗത്തിൽ ആർത്തവമില്ല. ഭൂമിയിൽ അതെങ്ങനെ സംഭവിച്ചു? കേട്ടോളൂ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ ഹദീസ്, ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ ഹദീസ്, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അക്കല ആദമു മിനസ് ശജറത്തില്ലത്തി നുഹിയ അൻഹാ. അല്ലാഹു വിലക്കിയ കനി ആദം നബി കഴിച്ചു. അല്ലാഹു ആദം നബിയെ ചോദ്യം ചെയ്തു, മാ ഹമലക അലാ അൻ അസൈതനി. എന്താണ് എന്നോട് എതിര് കാണിക്കാൻ അങ്ങേക്ക് പ്രേരണയും പ്രചോദനവുമായത്? അങ്ങ് ഒറ്റക്കങ്ങനെ ചെയ്യൂലല്ലോ. അല്ലാഹു ചോദിച്ചു, ആര് പറഞ്ഞിട്ടാണ്? ആദം നബി പറഞ്ഞു, അല്ലാഹുവേ എനിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ തോന്നിച്ചതും പ്രേരിപ്പിച്ചതും ആരാണ്? എന്റെ ഹവ്വ പറഞ്ഞതാണ്. ഖാല റബ്ബി റയ്യനത്ലി ഹവ്വ. ഹവ്വയാണ് എനിക്കത് സൂചിപ്പിച്ചു തന്നത്. ഹവ്വയാണ് എന്നെ അത് ഓർമ്മപ്പെടുത്തിയത്. ഹവ്വയാണ് എനിക്ക് പ്രേരണ തന്നത്. അല്ലാഹു പറഞ്ഞു, ഫഇന്നീ അഅഖബതുഹാ അല്ലാ തഹ്മില ഇല്ലാ കുർഹൻ വലാ തളഅ ഇല്ലാ കുർഹാ വദമ്മൈതുഹാ ഫിശ്ശഹരി മറത്തൈൻ. അതുകൊണ്ട് ഹവ്വക്ക് ഞാനൊരു ചെറിയ പണിഷ്മെന്റ് കൊടുക്കാണ്, ചെറിയൊരു ശിക്ഷ കൊടുക്കാണ്. ഇനി മുതൽ ഹവ്വ, നീയും നിന്റെ പെൺമക്കളും ഗർഭിണിയാകുന്നത് പ്രയാസത്തോടു കൂടെ ആവട്ടെ. ഇനി മുതൽ നീയും നിന്റെ പെൺമക്കളും ഗർഭിണിയാകുന്നത് പ്രയാസത്തോടെ എന്ന പോലെ പ്രസവവും പ്രയാസത്തോടെ ആവട്ടെ. അതോടൊപ്പം തന്നെ ഹവ്വ, നിനക്ക് രക്തം വരട്ടെ. ഫിശ്ശഹരി മറത്തൈനി. ഒരു മാസത്തിൽ 2 വട്ടം. ഒരു മാസത്തിൽ 2 വട്ടമായിരുന്നു ആർക്ക്? ഹവ്വ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു മാസത്തിൽ 2 വട്ടം. എങ്ങനെയാണത്? അവിടെ ചെറം പൊടിഞ്ഞ പോലെ. പഴം പൊട്ടിക്കാൻ ആദം നബി പഴം പൊട്ടിച്ചപ്പോൾ ചെറം പൊടിഞ്ഞ പോലെ നിനക്ക് മാസത്തിൽ 2 വട്ടം വരട്ടെ എന്ന്. ആദം നബിക്ക് സ്വർഗത്തിലുണ്ടായ മകനാണ് കാബീൽ. സ്വർഗത്തിന്റെ സന്തതിയാണ് കാബീലും. കാബീലിന്റെ കൂടെ അന്നൊരു പെണ്ണിനെയും പ്രസവിച്ച. ആദ്യത്തെ പ്രസവം സ്വർഗത്തിലായിരുന്നു. സ്വർഗത്തിന്റെ കുട്ടിയാണ് കാബീല്. ഭൂമിയിൽ വന്നപ്പോൾ ഭൂമിയിലുണ്ടായ ഹാബീലിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഇരട്ട പെൺകുട്ടിയും, ട്വിൻസില് ഭൂമിയിലെ ഉണ്ടായ പെണ്ണിനെ സ്വർഗത്തിൽ നിന്നുണ്ടായി വന്ന കാബീലിനോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു. അപ്പ അത് പറ്റൂല എന്ന് പറഞ്ഞു. എനിക്ക് സ്വർഗത്തിൽ നിന്ന് വന്നതിന് തന്നെ മതി എന്ന് പറഞ്ഞു. എടോ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കോണിച്ച് കല്യാണം കഴിച്ചാലാണ്. മനുഷ്യവർഗത്തിന് ചെറിയൊരു അകൽച്ചം വേണമല്ലോ ഭാര്യയും ഭർത്താവും തമ്മിൽ.
അപ്പൊ ആദ്യ പ്രസവത്തിലുണ്ടായ നിങ്ങൾ തമ്മിൽ പരസ്പരം കല്യാണം കഴിക്കേണ്ട ആ ഷറയിൽ അന്ന് അങ്ങനെയാ. അന്ന് വേറെ മനുഷ്യന്മാരല്ലോ, ആളുകളുണ്ടാവില്ല. രണ്ടാമത്തെ പ്രസവത്തിലുള്ളവരെ തമ്മിൽ അങ്ങോട്ട് ആദ്യത്തെ പ്രസവത്തിലുള്ളതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോണെന്നല്ല അതിന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ട് കല്യാണം കഴിപ്പിച്ചു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കൽപ്പനയിൽ കാബീലിന് വിഷമം തോന്നാൻ കാരണം കാബീൽ സ്വർഗത്തിൽ നിന്ന് വന്നതാ. സ്വർഗത്തിലെ ഞാൻ യോഗ്യന, എന്റെ ഉമ്മ എന്നെ അവിടെ പ്രസവിച്ച് ഒരിറ്റ് വേദന തിന്നാതെയാ, എന്റെ ഉമ്മക്ക് ഒരു പ്രയാസം ഉണ്ടായില്ല. അങ്ങനെ എന്റെ ഉമ്മ എന്നെ സുഖമായി പ്രസവിച്ച ഞാൻ യോഗ്യത ഉള്ളവനാ. ഭൂമിയിൽ വന്ന് ആ പെണ്ണിനെ കല്യാണം കഴിക്കാനൊന്നും എനിക്ക് പറ്റൂല. അങ്ങനെയാ. കല്യാണ കേസാണ് ആദ്യത്തെ പ്രശ്നം കേട്ടോ, അത് ആലോചിക്കണം. പിന്നെ അത് കൊലപാതകത്തിലെത്തിയില്ല. അതും സാധാരണ മനുഷ്യനല്ല പറഞ്ഞു, സ്വർഗത്തിലുണ്ടായ ആളാ പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് പോകുന്ന ആളാ, ലോകത്തിന്റെ ഒരു പോക്ക് പോണേ. അള്ളാഹു. എന്നിട്ട് ഭൂമിയിലെ മനുഷ്യനാണ് ആ മനുഷ്യനേക്കാളും സ്വർഗത്തിന്റെ മനുഷ്യനേക്കാളും മാർക്ക് അള്ളാഹുവിന്റെ മുന്നിൽ കൂടുതൽ വാങ്ങി. ഭൂമിയിലെ മനുഷ്യൻ മഹാനായ ഹാബീലാണ്. ആലോചിച്ച് നോക്കണേ, സ്ത്രീകൾക്ക് ആർത്തവമുണ്ടായതിന്റെ അടിസ്ഥാനം ഇങ്ങനെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു ജൂതബാലൻ വന്നു അള്ളാന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയെ എനിക്ക് ചോദിക്കാനുണ്ട് നബിയെ. സയ്യിദ് ഇബ്നു അർഖം ഖാല ജാഅ റജുലുൻ മിനൽ യഹൂദി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, ഒരു ജൂതബാലൻ വന്നുകൊണ്ട് ഹബീബിനോട് ചോദിച്ചു, അതസുഉമു അന്ന അഹ്ലൽ ജന്നത്തി യഅകുലൂന വയശ്റബൂൻ. മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ സ്വർഗവാസി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന്? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അതെ. അറബിയിലൊരു വാക്കാണത്. റസൂലുള്ളാഹി പറഞ്ഞു, അതെ, സ്വർഗവാസി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വർഗവാസി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ട്. വല്ലദീ നഫ്സീ ബിയദിഹി ഇന്ന റജുല മിൻഹും ലയുഅതാ ഖുവ്വത്തു മിഅതി റജുലിൻ ഫിൽ അക്ലി വശ്ശുർബി വൽ ജിമാഇ വശ്ശഹ്വാ. സ്വർഗവാസിയുടെ ആരോഗ്യം എങ്ങനെയെന്നറിയുമോ? 100 ആള് തിന്നുന്നതാണ് ഒറ്റയിരുപ്പിൽ ഒരു സ്വർഗവാസി തിന്നാ. 100 ആള് കുടിക്കുന്നതാ ഒരു സ്വർഗവാസി ഒറ്റയിരുപ്പിൽ കുടിക്കാ. 100 ആളുകൾ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ കാട്ടിക്കൂട്ടുന്ന ആരോഗ്യപരമായ കാര്യങ്ങളും ശാരീരികമായ മികവുമാണ്, വൈകാരിക പ്രകടനമാണ് ഒരു സ്വർഗവാസി ഒരൊറ്റ ജിമാഇൽ ചെയ്യാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സുനനുൽ കുബ്രയിൽ ഇമാം നസായി രേഖപ്പെടുത്തുന്നുണ്ട്. തബറാനി അവിടുത്തെ മുഅ്ജമിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ജൂതബാലൻ ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട്. ഫഇന്നല്ലദീ യഅകുലു വയശ്റബു, നബിയേ, ഭൂമിയിലെ സാധാരണ ലളിതമായ ഭക്ഷണം കഴിച്ചാലും ഒരാൾക്ക് ഒരു 24 മണിക്കൂർ നേരത്തേക്ക് പോലും മൂത്രിക്കലും കാഷ്ടിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇത്ര കണ്ട് 100 ആളുടേത് ഒരു നേരം തിന്നുന്നവൻ സ്വർഗത്തിൽ വിസർജിക്കുമോ നബിയേ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലൈസ ഫിൽ ജന്നത്തി, അതാ സ്വർഗത്തിൽ വിസർജനം, മലമൂത്ര വിസർജനമില്ല. സ്വർഗത്തിൽ അങ്ങനെയില്ല. പക്ഷേ ഹാജത്തു അഹദിഹിം, സ്വർഗത്തിലെ വിസർജനം റസ്ഹുൻ യഫീലു മിൻ ജിൽദിഹി, ഒരു വിയർപ്പാണ് സ്വർഗത്തിന്റെ വിസർജനം. അതിങ്ങനെ രോമങ്ങളിലൂടെ ഊർന്നിറങ്ങും. ആ വിയർപ്പിനാകട്ടെ വല്ലാത്ത സുഗന്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വിയർത്ത് പോവലങ്ങ് കഴിഞ്ഞാൽ ഫൈദം ബത്നുഹു ഖദ് ലമിറാത്, വയറ് ലളിതമാകും. വയറ് ലളിതമാകും. ആ തറാവീഹ് നിസ്കാരം കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ആ മുണ്ടൊക്കെ ഒന്ന് ലൂസാവും അല്ലേ? അരയില് ബെൽറ്റൊക്കെ ഒന്ന് ലൂസാവും. എന്തുകൊണ്ട്? നല്ല പണി കഴിഞ്ഞിട്ടേ വരണത്. ഇന്നലെ നമ്മൾ പറഞ്ഞു തറാവീഹ് എത്ര നിസ്കരിക്കണമെന്ന്. അത്ര നിസ്കരിച്ചാലാണ് കേട്ടുള്ളൂ. അടി പിന്നെ വയറൊന്നും ലൂസായി കൊള്ളുന്നില്ല. 20 നിസ്കരിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വിയർത്ത് പോകുമ്പോൾ ആ വിയർപ്പോടുകൂടെ വിസർജനം നടന്നു. മോഹങ്ങൾ പൂവണിയുന്ന സ്വർഗം അങ്ങനെയുണ്ട്. മോഹങ്ങൾ പൂവണിയുന്ന അത്ഭുത ലോകമാണ് സ്വർഗം. സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലർ ആഗ്രഹിക്കും, പടച്ചോനെ എനിക്ക് കുട്ടി വേണം. ചില ആൾക്കാർക്ക് ഒരു 3 പിള്ള കൂടെ എപ്പോഴും വേണം. ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരാൾ, എപ്പോഴും പേരക്കുട്ടികളെ വളർത്തി അവസാനം പേരക്കുട്ടികളൊക്കെ കെട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കിടാവിനെ മേടിച്ചു കൊടുത്തു. എന്ത് കിടാവ്? ഒരു നല്ലൊരു മുരികിടാവിനെ, പശുക്കിടാവിനെ മേടിച്ചു. അപ്പൊ അതിനും വളർത്തുന്നുണ്ട്. എപ്പോഴും കുട്ടികളെ വാത്സല്യപ്പെടുത്തി താലോലിച്ച് പുന്നാരിച്ച് കൊണ്ട് നടക്കുന്ന എന്തൊരു വർത്താനാണ് ആ കിടാവിനോട് പറയുന്നത്.
നല്ല നല്ല പുന്നാരിച്ചുള്ള വർത്താനം നമ്മൾ ഓർക്കും ഏതോ ഒരു പ്രിയപ്പെട്ട ആളോട് സംസാരിക്കുന്ന പോലെ. ഈ പുല്ല് വെള്ളം എന്നൊക്കെ പറയുമ്പോഴാണ് അത് മൃഗത്തോടാന്ന് തോന്നുള്ളൂ. അത്രയും സ്നേഹിച്ച് വാത്സല്യം. ചില ആളുകൾക്ക് എപ്പോഴും വേണം 2 പിള്ളേർ കൂടെ. അങ്ങനെയാണ് മോളുടെ മക്കള് വിരുന്നിന് വന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ മോന്റെ 2 കൂടി നിർത്തും. അങ്ങനെ ഉണ്ട് എല്ലാവർക്കും. ചിലർക്ക് ഇങ്ങനെ സ്വർഗത്തിലെത്തിയ എന്താ ആഗ്രഹിക്കുക. ചിലർ പറയും എനിക്ക് കുതിരനെ വേണം. ഞാൻ ആദ്യം പറഞ്ഞില്ല, കർഷകൻ പറയും എനിക്ക് ഇവിടെ കൃഷി ചെയ്യണം. ഒരാൾ പറയാണ് പഠിച്ചവനെ എനിക്ക് ഇവിടെ 2 കുട്ടികളെ വേണമല്ലോ. എന്താ ചെയ്യിപ്പ് ഇവിടെ ആണെങ്കിൽ ഇപ്പൊ കുട്ടികളെ പ്രസവവും കാര്യങ്ങളൊക്കെ വെച്ച് പ്രയാസമുള്ള സ്ഥലമല്ലേ. ഇവിടെ അങ്ങനെയുള്ള ഇടങ്ങേറുകളൊന്നുമില്ല. അപ്പൊ എന്താ ഇപ്പൊ ചെയ്യപ്പോ അതിന്റെ അങ്ങനെ ഉണ്ടല്ലോ. പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നിന്നിട്ടേ ആകെ ആഗ്രഹിക്കുന്ന ചെറിയ കാര്യമൊന്നുമല്ല. പഠിച്ചവനെ എനിക്ക് കുട്ടി വേണം. എന്താ ഇപ്പൊ ഇതിന് ചെയ്യാ? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഇമാം ഖസ്സാനി ഇവിടുത്തെ ഇഹ്യാഇൽ രേഖപ്പെടുത്തുന്നു, ഒരാൾ വന്നുകൊണ്ട്, ഒരു സ്വഹാബി വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, ഹൽ ഫിൽ ജന്നത്തി ഖൈലുൻ ഫഇന്നഹാ തുഅജിബുനി. റസൂൽ അങ്ങനെ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കാണ്. അത് കേട്ടപ്പോ സന്തോഷം തോന്നി. അല്ലാഹുവേ, സ്വർഗമെത്ര മനോഹരം, സ്വർഗമെത്ര മനോഹരം. മോഹിച്ച പഴം അടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട. അസുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ, അസുവാജുമൊത്തിയിട്ടെപ്പോഴും ഉല്ലാസമാ. ഹുറുൽ ഹിസാൻ അടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ട് പാടാൻ തോഴികൾ പലതുണ്ട്. നബിയെ, സ്വർഗത്തെ കുറിച്ച് ഞാൻ കേട്ടു. ഒരു 3 സ്വലാത്ത് ചൊല്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, നിന്റെ സ്വർഗം തരണേ അല്ലാ. നിന്റെ സ്വർഗം കിട്ടാൻ എന്തൊക്കെ വേണമെന്ന് ഞങ്ങൾക്കറിയില്ല. അതിന്റെ പേപ്പറുകൾ ഏതാ, അതിന്റെ യോഗ്യതകൾ എന്താ അറിയാതെ അതിലേക്ക് ഞങ്ങൾ ചെന്ന് ചേരാനുള്ള ഒരു ഗുരുത്വവും പൊരുത്തവും അതിനുള്ള നിന്റെ ഖളാഉം ഞങ്ങളിൽ തരണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധ റമദാൻ അതിനെ പറ്റിയ കാലമാണെന്നാ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിന്റെ സ്വർഗത്തോട് ഞങ്ങളെ ചേർക്കണേ അല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ ആഗ്രഹിച്ചു പോവാവുന്ന അവിടേക്ക് എത്താൻ. അപ്പോഴുണ്ട് ഒരു സ്വഹാബി ഉറപ്പിച്ചു, എനിക്ക് സ്വർഗം കിട്ടും. ഞാൻ സ്വർഗത്തിൽ പോയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അവിടെ വേണമല്ലോ. അറിയാതെ ചോദിച്ചു, നബിയെ, സ്വർഗം എനിക്ക് കിട്ടിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടെ ഒരു നല്ല കുതിരയെ കിട്ടണം നബിയെ. സ്വഹാബിയുടെ സ്വപ്നം അതാ, ഒരു നല്ല ബെൻസ് കാറ് കിട്ടണം, എനിക്കൊരു കുതിരയെ കിട്ടണം. ഒരു നല്ല കുതിരയെ അവിടെ കിട്ടോ നബിയെ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, കുതിരകളുടെ കൂട്ടത്തിൽ ഇൻ അഹ്ബബത ദാലിക അതൈത ബിഫർസിൻ മിൻ യാഖൂതത്തിൻ ഹംറാ. മോനെ, നിനക്ക് ആഗ്രഹം ഒരു വെറും കുതിരയാണ് എങ്കിൽ നിനക്ക് അവിടെ കിട്ടാ ഏറ്റവും മുന്തിയ തരത്തിൽ വിലപിടിപ്പുള്ള പന്തയ കുതിര തന്നെ കിട്ടും. അതിന്റെ മാംസവും അതിന്റെ എല്ലും തൊക്കും അതിന്റെ രക്തവും എല്ലാം മിൻ യാഖൂതത്തിൻ ഹംറാ, ചുവന്ന മാണിക്യം പോലെ. സയ്യിദുനാ റസൂലുള്ളാഹി നബിയെ, ആ കുതിരയുടെ വേഗത്തിലുള്ള ഓട്ടം, അതിന്റെ കുതിപ്പ് എനിക്ക് അത്ഭുതം തോന്നാ, സങ്കല്പിക്കാവതല്ല. അള്ളാന്റെ ഹബീബ് പറഞ്ഞ, സ്വർഗത്തിലെ കുതിര കിതച്ചോടുകയല്ല, ഫതതീറു ബിക മിനൽ ജന്നതി ഹൈസു ശിഅത. നീ ആഗ്രഹിക്കുന്ന വിശാലമായ ഏതൊരു വിസ്തൃതിയിലേക്കാണ് സഞ്ചരിക്കേണ്ടത്, അവിടേക്ക് നിന്റെ കുതിര നിന്നെയും വഹിച്ചുകൊണ്ട് പറക്കാണ് ചെയ്യാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിൽ സ്വഹാബി ആഗ്രഹിച്ചത് ഒരു കുതിര വേണമെന്ന. നമുക്കെന്താ ആഗ്രഹം? അല്ലാഹു തരട്ടെ. സ്വർഗത്തിൽ ആഗ്രഹിക്കേണ്ടത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടാണ്. ആ വീട് സ്വർഗത്തിൽ, ഞാനിവിടെ എൻ്റെ ഹബീബിന്റെ അയൽവാസിയാ ഞാൻ, അങ്ങനെ പറയാൻ ആഗ്രഹിക്കേണ്ടത്. ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം, ഞാനെവിടെ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു തരട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് ഒരു നോമ്പുകാരൻ അല്ലാഹു കൊടുക്കും. നോമ്പ് കബൂലായാൽ 5 കാര്യങ്ങൾ കൊടുക്കും. റമദാൻ അനുകൂലമാണ് എങ്കിൽ അല്ലാഹു 5 കാര്യങ്ങൾ നൽകും.
അഞ്ചും അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇടയ്ക്ക് ഞാനൊന്ന് പറയാം, നോമ്പുകാരൻ അല്ലാഹു കൊടുക്കുന്ന നോമ്പ് കബൂലായാൽ കിട്ടുന്ന 5 കാര്യങ്ങൾ. ഒന്നാമത്തേത്, മഹ്ശറയിൽ റമദാൻ വന്നുകൊണ്ട് സുജൂദിൽ കിടക്കും. അല്ലാഹുവോട് പറയും, എന്റെ നോമ്പുകാരിവിടെ ഉണ്ട് അല്ലാ, ഈ സുജൂദിൽ നിന്നും ഞാൻ തല ഉയർത്തണമെങ്കിൽ റമദാനാകുന്ന ഞാൻ ശഫാഅത്തിന് വന്നതാണ് അല്ലാ, ഞാൻ തല ഉയർത്തണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന 5 കാര്യം എന്റെ നോമ്പുകാരന് നീ നൽകണമല്ലാ. ദുആ ചെയ്യുമല്ലോ, അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹ്റ അശ്ശരീഫൽ അദീമൽ മുബാറക റമളാൻ, അല്ലാഹുവേ അനുഗ്രഹീതമായ റമളാനെ നീ ആക്കിത്തരണേ. സാഹിദൻ ലനാ, ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷിയാക്കണേ. ലാ സാഹിദൻ അലൈനാ, ഞങ്ങൾക്ക് പ്രതികൂലമാക്കല്ലേ അല്ലാ. വജഅൽഹു ഹുജ്ജത്തൻ ലനാ, ഞങ്ങൾക്ക് ഈ റമളാനെ നീ ഒരു തെളിവാക്കി തരണേ അല്ലാ. ലാ ഹുജ്ജത്തൻ അലൈനാ, പടച്ചോനെ ഞങ്ങൾക്കെതിരെ റമളാൻ തെളിവാവല്ല അല്ലാ. അല്ലാഹു ഈ ദുആ നമുക്ക് നസീബാക്കട്ടെ. റമളാൻ സുജൂദില അല്ലാഹുവോട് പറയും, ഞാൻ നിന്നോട് 5 കാര്യം ചോദിക്കും, 5ഉം എന്റെ നോമ്പുകാരന് നീ കൊടുത്തേ പറ്റൂ. ഒന്നാമത് ഞാൻ പറയട്ടെ, ഈ മഹ്ശറയുടെ വിശാല വിസ്തൃതിയിൽ ഇത്രയും കോടിക്കണക്കിന് സൃഷ്ടികൾ ഒത്തുകൂടിയ ഈ തിരക്കിൽ റമളാൻ കബൂലായവനെ തിരിച്ചറിയാൻ എന്റെ നോമ്പുകാർക്ക് റബ്ബേ നീ ഒരു മനോഹാരിതയുടെ കിരീടം ചാർത്തണം അല്ലാഹ്. റമളാൻ കബൂലായവർ മഹ്ശറയിൽ തിരിച്ചറിയാൻ അവരുടെ ശിരസിൽ ഒരു കിരീടം അല്ലാഹു വെച്ചു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് പറയും, അല്ലാഹുവേ മഹ്ശറയിൽ നിന്നും ഇനി സ്വർഗത്തിലേക്ക് പോവാനുള്ളതാ, സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിലൂടെ ആ സ്വർഗത്തിലേക്കുള്ള വഴി നീ വെച്ചിട്ടുള്ളത്. അല്ലാഹു അതിവേഗത്തിൽ അതിലൂടെ കടന്നു പോകാനുള്ള ഭാഗ്യം തരട്ടെ. അല്ലാഹുവേ സിറാത്ത് എന്ന പാലത്തിലൂടെ എന്റെ നോമ്പുകാരനായ പ്രിയപ്പെട്ടവൻ പോകാൻ, സിറാത്തിന്റെ മൂർച്ചയുള്ള വാളിനേക്കാൾ മൂർച്ച, ഒരു മുടി 7ആയി കീറിയതിനേക്കാളും നേർത്ത ഭാഗം ചെരുപ്പിടാതെ എന്റെ നോമ്പുകാരൻ അവിടെ കാല് വെച്ചാൽ മുറിയും അല്ലാ. എന്റെ നോമ്പുകാരന്റെ കാലിലേക്ക് അടിയിൽ നിന്നും നരകത്തിന്റെ വമിക്കുന്ന ഉഷ്ണം ആ കാലിൽ പൊള്ളലേൽപ്പിക്കാൻ പാടില്ല. അവൻ പേടിച്ചു പോകാൻ പാടില്ല, പകച്ചു പോവാൻ പാടില്ല. വലിയ വലിയ ഗ്ലാസ് ബ്രിഡ്ജുകൾ നമ്മുടെ മുന്നിൽ ഭയം തീർക്കുന്നുണ്ട്. ചൈനയിലുണ്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. അതിന്റെ മുകളിൽ കാല് വെച്ചാൽ ഇത്ര കിലോഗ്രാം ഭാരം അതിലെത്തിയാൽ അതിൽ ഒരു പ്രത്യേകമായ അടയാളം വീഴും, പൊട്ടുന്ന പോലത്തെ ഒരു അടയാളം. കുറച്ചു കഴിയുമ്പോൾ അത് ചൂട് പിടിച്ചാൽ അത് പഴയ പോലെയാകും. സിറാത്തിന്റെ മുകളിൽ കാല് വെച്ച് കഴിഞ്ഞ ഒരു മനുഷ്യൻ അടിയിലെ നരകത്തിന്റെ അലറി വിളിയും. അവിടം പറയാൻ എത്തോ? എന്റെ നോമ്പുകാരൻ അതിലൂടെ അങ്ങനെ പോവാൻ പാടില്ല. അമ്പിയാക്കൾ പോയ ബുറാക്ക് വരട്ടെ, എന്റെ നോമ്പുകാരൻ ഇവിടുന്ന് സ്വർഗത്തിൽ ബുറാക്കിന്റെ മുകളിൽ പോകട്ടെ. സുജൂദിൽ കിടന്നുകൊണ്ട് റമളാൻ അല്ലാഹുവോട് ആവശ്യപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്രേ 2 മൂന്നാമത്തേത്, അല്ലാഹുവേ നോമ്പെടുത്ത സഹോദരിമാർക്ക് സ്വർഗത്തിൽ സേവകരായി ഹൂറിലീന കൊടുക്കണം. നോമ്പെടുത്ത സഹോദരന്മാർക്ക് ഇണകളായി ഹൂറിലീന നീ കൊടുക്കണം. 1000 പേരെ വെച്ച് കൊടുക്കണമെന്ന് നോമ്പ് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ ആവശ്യപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 3 നാലാമത്തേത്, സ്വർഗത്തിൽ എവിടെയെങ്കിലുമല്ല താമസം കൊടുക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട നോമ്പുകാരന് നീ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ കൊടുക്കണേ. അല്ലാഹു തരട്ടെ, അല്ലാഹു തരട്ടെ, അല്ലാഹു തരട്ടെ. അല്ലാഹു നീ നസീബാക്കണേ അല്ലാ. 5ാമത്തെ സൗഭാഗ്യമുണ്ട്. 5ാമത്തെ സൗഭാഗ്യം ജന്നാത്തുൽ ഫിർദൗസിൽ എന്റെ നോമ്പുകാരന്റെ അയൽവാസി അല്ലാഹുവേ നിന്റെ ഹബീബാവട്ടെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. പുണ്യനബിയുടെ അയൽവാസിയായി കഴിയാനുള്ള ഭാഗ്യമേ സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. അല്ലാഹുവോട് അത് ചോദിക്കണം, ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. ചോദിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ നിങ്ങൾ ചോദിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മുമ്പ് SMK തങ്ങൾ വഫാത്താവുന്നതിന് മുമ്പ് ഒരു 20 ദിവസം മുമ്പ് എന്റെ കൂട്ടുകാരൻ, അവൻ ജിദ്ദയിൽ ജോലി ചെയ്യാം, അപ്പൻ അവന്റെ വീട് പണി എന്തൊക്കെ ചെയ്തിട്ടോ ആ വീട് പണി തീരണില്ല. അപ്പൊ അവൻ നല്ലൊരു മോനാ. അപ്പൊ എന്റെ ഉമ്മ പറഞ്ഞു, മോനെ അവനെ ഓർത്തിട്ട് പറയാം,
അല്ലാതെ വേറെ ആരും ഓർത്തിട്ടില്ല. നീ ആ തങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ വീട് പണിയൊന്നും തീരാൻ വേണ്ടി ദ്വാരക്കാൻ പറ. എത്ര കാലായി കഷ്ടം, പാവങ്ങൾ അത്രയും ഇടങ്ങേറാവണം. ആ കൊച്ചിനെ ഓർത്തിട്ടാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവന്റെ വാപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു, വാ നമുക്ക് ഒരുമിച്ച് പോവാൻ തങ്ങളുടെ അടുത്ത് ദ്വാരക്കാൻ. ആയിക്കോട്ടെ. മൂപ്പര് വരാൻ മനസ്സില്ല. അന്ന് മൂപ്പർക്ക് വരണമെന്നുണ്ട്, പക്ഷെ ഷർട്ട് തേച്ചിട്ടില്ല. അതാണ് ആദ്യം പറഞ്ഞ കാരണം. നാളെ ആയി പോരാ, അല്ലെങ്കിൽ അങ്ങനെ പിന്നോട്ട് ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് കയറ്, നമുക്ക് പോവാം. കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആവശ്യം പറയും. അപ്പൊ അദ്ദേഹം പറയാണ് തങ്ങളോട്, എന്റെ പൊന്ന് തങ്ങളെ എങ്ങനേലും ഒന്ന് വാർത്ത് കിട്ടിയാൽ മതി, ഒന്ന് കയറി കൂടാനാന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ ചോദിച്ചു, എന്താ? എങ്ങനേലും ഒന്ന് വാർത്തിട്ടാൽ മതി, ഒന്ന് കയറി കൂടാനാണ്. വീടിന്റെ പണിയുടെ കാര്യം പറഞ്ഞു. തങ്ങൾക്ക് ആ പറച്ചിൽ ഇഷ്ടായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, തങ്ങളെ അങ്ങനെയല്ല, എല്ലാ പണികളും കഴിഞ്ഞ്, തേപ്പും കഴിഞ്ഞ്, പുട്ടിയിടലും കഴിഞ്ഞ്, പെയിന്റിങ്ങും കഴിഞ്ഞ്, എല്ലാ പണികളും കഴിഞ്ഞ് സുഖസുന്ദരമായി മനോഹരമായ ശേഷം അവർക്ക് അതിൽ പാർക്കണം. അത് വൈകാൻ പാടില്ല, അതിനത് പാർക്കണം. അങ്ങനെയാ പറയേണ്ടത്, അങ്ങനെയാണ് പറയേണ്ടത്. എന്തായാലും ദ്വാരക്കല്ല. അള്ളാന്റെ അടുത്ത് എന്താ ഇതിപ്പോ തേക്കാനുള്ള സിമെന്റ് ഇല്ലാഞ്ഞിട്ടാണോ? എങ്ങനെയും വാർത്തിട്ടാ മതി എന്ന് പറയാ. അള്ളാഹുവിനുള്ള കൊടുക്കാൻ എത്രയുള്ള ചെറുത് ചോദിക്കരുത്, വലുത് ചോദിക്കണം. അള്ളാഹുവോട് ചോദിക്കുമ്പോ എപ്പോഴും മുന്തിയത ചോദിക്കാവുള്ളൂ, വലുതാ ചോദിക്കാവുള്ളൂ. കാരണം മൂപ്പർക്ക് ചോദിക്കണതും ഇഷ്ടമാണ്, കൊടുക്കാനും ഇഷ്ടമാണ്. ചോദിച്ചാൽ എത്ര കൊടുത്താൽ തീരാത്തത് അവിടെ ഉണ്ട് താനും. അപ്പൊ ഈ കാരണവരെ എന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ എങ്ങനെ ചോദിക്കുന്നുണ്ട്? അല്ലാതെ ഈ നമുക്ക് ഓരോ ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ക്വാളിറ്റി അള്ളാന്റെ മുമ്പിൽ കാണിക്കുമ്പോൾ ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റിയിലാണ് കാണിക്കേണ്ടത്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പെരവണി പാർക്കിലൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എടാ അന്ന് നിനക്ക് ആ മതിലിന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞ് ദ്വാരക്കാർന്ന്, ഞാനിപ്പോൾ അതിനു വേണ്ടി അടങ്ങാറാവുണ്ടല്ലോ. അങ്ങനെയാണ്. അപ്പോ ദ്വാരക്കാൻ പറയുമ്പോ, ദ്വാ ചെയ്യാൻ പറയുമ്പോ മഹാന്മാരോട് പറയേണ്ട ആ ഒരു ശൈലി, അള്ളാഹുവിന്റെ ഔലിയാക്കളോട് സ്വാലിഹീങ്ങളോടൊക്കെ ബന്ധപ്പെടാൻ കിട്ടുന്ന സമയത്ത് ദ്വാ ചെയ്യാൻ പറയുമ്പോൾ എന്തെങ്കിലും ഒരു സെന്റൻസേ പറയാൻ കിട്ടുള്ളൂങ്കിൽ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നത് പറയാറുണ്ട് ചിലര്. ആഖിബത്തൊന്ന് നന്നായി കിട്ടണം, അങ്ങനെ പറയണവരുണ്ട്. അങ്ങനെ പറയല് അതൊരു ചെറിയൊരു വാക്കാണ്, പക്ഷെ അതിന് വലിയ അർത്ഥമാണുള്ളത്. അവസാനം നന്നായി ഒന്ന് കെലിമല്ലി മരിക്കണം, അതിനൊന്ന് ദ്വാരം നിൽക്കണം, അങ്ങനെ പറയണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു വലിയ കാര്യമായിട്ടത്, അതൊരു തമാശയല്ല. അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യം. അത് എപ്പോ വേണമെങ്കിലും ഒരാൾക്ക് സംഭവിക്കാവുന്ന കാര്യ. അവസാനം നന്നാവണം, ആ അവസാനം എപ്പോ വേണമെങ്കിലും ആവണം. അങ്ങനെയാണ് ചോദിക്കുമ്പോ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം. അങ്ങനെയാണ് സ്വർഗവാസി ആഗ്രഹിച്ചു, എനിക്കവിടെ വേണ്ടത് കുതിരയാണ് നബിയെ. ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ പശുവിനൊക്കെ വളർത്തുന്ന എത്താമാരോട് ചെന്ന് നല്ല ജേഴ്സി പശുവിനെ ചോദിക്കും, ഒരു പക്ഷെ പറയാൻ പറ്റില്ല. അവിടെ ചെല്ലുമ്പോൾ ഓരോ ആഗ്രഹങ്ങളാണ്, എന്താഗ്രഹിച്ചാലും അത് അപ്പൊ തന്നെ കിട്ടല്ലേ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കുതിര വേണമെന്ന് പറഞ്ഞ സഹാബിയോട് ഇങ്ങനെ റസൂലുള്ളാഹി മറുപടി പറഞ്ഞപ്പോൾ ഒരു സഹാബിയോട് എന്നിട്ട് പതുക്കെ പറഞ്ഞു, നബിയെ എനിക്ക് കുതിരേനല്ല ഇഷ്ടം, എനിക്ക് ഒട്ടകത്തെ ഇഷ്ടം എന്ന് പറഞ്ഞു. ഒരു സഹാബി പറഞ്ഞു, നബിയെ വഖാല ലഹു റജുലുൻ ഇന്നൽ ലിബല തുഅജിബുനി, എനിക്ക് കുതിരയെക്കാളും ഇഷ്ടം ഒട്ടകത്തെ കിട്ടലാണ് നബിയെ. ഒരു വർണ്ണനയിൽ ലയിച്ചു പോകുന്ന സമൂഹം ഇപ്പൊ സ്വർഗത്തിലാവരുള്ളത്. അവരുടെ ചിന്തകൾ മുഴുവനും അള്ളാഹുവിന്റെ ഹബീബിന്റെ വർണ്ണനയിൽ സ്വർഗത്തിൽ ലയിച്ചിരുന്നു കൊണ്ട് അവർ പറയാ, എനിക്ക് ഒട്ടകം മതി നബിയേ, എനിക്ക് ഒട്ടകം മതി നബിയേ. അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, ഫഹൽ ഫിൽ ജന്നത്തി മിൻ ഇബ്ൽ, സ്വർഗത്തിൽ വല്ല ഒട്ടകത്തെയും കിട്ടുമോ നബിയേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, യാ ഇബ്ദല്ലാഹ് ഇൻ ഉദ്ഖിൽതൽ ജന്നത ഫലക ഫീഹാ മസ്തഹത് നഫ്സുക വലദത് ഐനാക. അല്ലാഹുവിന്റെ അടിമേ, നിനക്ക് അല്ലാഹ് സ്വർഗം തന്നാൽ നിന്റെ കണ്ണ് ആഗ്രഹിച്ച് കണ്ടു കൊതി തീരാത്ത എന്തോ അതൊക്കെ അല്ലാഹു തരും. നിന്റെ കൽബ് മോഹിക്കുന്നത് മുഴുവൻ അല്ലാഹു നിനക്ക് തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിലെത്തിയ ആൾക്ക് കുഞ്ഞുണ്ടാവാൻ മോഹിക്കുമത്രേ. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നർ റജുല മിൻ അഹ്ലിൽ ജന്നത്തി ലയൂലദു ലഹുൽ വലദു. ഒരു വാപ്പ അവിടെ വെച്ച് ആഗ്രഹിക്കും, എനിക്കൊരു മോനുണ്ടായാൽ. വാപ്പ മാത്രം ആഗ്രഹിച്ചാൽ നടക്കോ? ആഗ്രഹിച്ചതൊക്കെ നടക്കുമെന്നാണല്ലോ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത്. ഒരു വാപ്പ അവിടെ ആഗ്രഹിക്കും, എനിക്ക് അവിടെ ഒരു മോനുണ്ടാവണമെന്ന്. കമാ യസ്തഹി, ഭൂമിയിൽ വെച്ചുകൊണ്ട് അവൻ ആഗ്രഹം തോന്നിയ പോലെ ആഖിറത്തിൽ അവന് സ്വർഗത്തിൽ ഒരു കുട്ടി ഉണ്ടാവാൻ ആഗ്രഹിച്ചു പോകുമ്പോൾ ഇബാറത്ത് ഞാൻ വായിച്ചു പറയാം, യകൂനു ഹംലുഹു വഫിസാലുഹു വശബാബുഹു ഫീ സഅത്തിൻ വാഹിദ. ഒരു ഗർഭം അവിടെ രൂപപ്പെട്ട്
അതെങ്ങനെയോ അള്ളാഹു നിശ്ചയിച്ച രൂപത്തിൽ. അതിലൊരു കുഞ്ഞിന്റെ പ്രസവം നടന്ന് ആ കുഞ്ഞ് യൗവനത്തിലെത്താൻ ഒരൊറ്റ സെക്കൻഡ് മതി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ് അള്ളാഹുവേ, അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലാത്തൊരു ലോകമാണെന്ന് തുടങ്ങിയപ്പോൾ പറഞ്ഞു. നമ്മൾ കണക്കുകൂട്ടണോടത്തിലല്ല സ്വർഗമുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുമ്പൊരു മന്ത്രി വായി തോന്നിയൊക്കെ പറഞ്ഞു. സ്വർഗത്തെ പറ്റി കേരളത്തിലൊരു മന്ത്രി വായി തോന്നിയതൊക്കെ പറഞ്ഞ് ഈ സ്വർഗത്തെ പറ്റി ഒരു കുന്തോ അറിയില്ല. ഇത്രയൊക്കെ ഖുർആൻ പറഞ്ഞു തന്നിട്ടും ഈ സ്വർഗത്തെ വർണ്ണിച്ചു തീരാൻ നിങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ സ്വർഗത്തെ പറഞ്ഞു തുടങ്ങി. നമുക്കിപ്പോൾ സ്വർഗാണെന്ന് തോന്നുന്നത് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വരുമ്പോൾ തോന്നും. ഖുർആൻ ഓതുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം അത് ഓതാനാ. എന്തേ അവിടെ എത്തുമ്പോൾ ചിലർ ഉറക്കം ഓതും ഇത്തിരി സ്പീഡിൽ. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ 1044 സ്ഥലത്തുണ്ട് ആ ഒരു പ്രയോഗം. എന്താ പറഞ്ഞത്? സ്വർഗത്തിലെ അരുവികളും തോട്ടങ്ങളും ആ പറഞ്ഞത്. ഇത് എല്ലാം ഒന്നല്ലത്. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ നമ്മൾ ഓതി വരുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഇരിക്കാം. നമ്മൾ ഓർത്ത് ഈ സ്വർഗത്തിലാകെ ഈ പറഞ്ഞതേ ഉള്ളൂ. അതങ്ങനെ ഓരോ സ്ഥലത്ത് പറഞ്ഞ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ അത് അടുത്ത സ്ഥലത്ത് വരുമ്പോൾ ആ ആശയം അല്ല. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഒരിടത്ത് ഓതി അടുത്ത സ്ഥലത്തെത്തുമ്പോൾ അത് തന്നെ അല്ലത്, വേറേത്. ഇതെല്ലാം വ്യത്യസ്ത. നമ്മൾ ഹോമിയോ ഗുളിക കുപ്പി തുറന്ന് എല്ലാം നിർത്തി വെച്ചാൽ മതി. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതിലിപ്പോ ആ കുപ്പി നിർത്തി ഈ കുപ്പി നിർത്തി നമുക്ക് മാറിപ്പോവും. ഹോമിയോ ഗുളിക അങ്ങനെയുള്ള എല്ലാം ഒരുപോലെ രുചിയും നിറവും. ഇപ്പാണെങ്കിൽ അതിലൊരു അപ്ഡേഷൻ വന്നിട്ട് കുപ്പിയുടെ അടുപ്പ് കറുപ്പ്, ചുവപ്പ്, പച്ചയൊക്കെ വന്നിട്ടുണ്ട്. ഈ കുപ്പി അങ്ങോട്ടും കൂടെ അടുപ്പ് മാറിപ്പോയാലോ അല്ല ഇരുട്ടത്ത് നിന്ന് തുറന്ന് കഴിച്ചു കഴിഞ്ഞാൽ തീർന്ന്. ഇപ്പം ഒക്കെ ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മൾ ഹോമിയോ ഗുളിക കണ്ട മാതിരിയാണ് ഇപ്പൊ ഈ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഇമാം റാസി പറയുന്നുണ്ട് ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞത് അതേപോലെ ഇപ്പുറത്ത് വന്ന. ഇപ്പൊ നമ്മൾ നിരന്തരം കാണുന്ന ഒരു ആയത്താണ് ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദിബാൻ. ഒരെണ്ണം പറഞ്ഞു തന്നെയാണ് അപ്പുറത്ത്. അല്ല, ഓരോന്നിനും ഓരോ അർത്ഥം, ഓരോ ലക്ഷ്യം. അതാണ് ഖുർആൻ. സ്വർഗത്തിൽ ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധി നദികളും തോട്ടങ്ങളും. അതേക്കുറിച്ച് പറയുന്ന ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഒന്ന് പറഞ്ഞതല്ല അടുത്തത്. അത് വ്യത്യസ്ത. ആ വ്യത്യസ്തതയെ ഖുർആൻ വിഭാവനം ചെയ്യുക. അത് ഖുർആൻ കൊണ്ട് മാത്രമേ പറ്റൂ. ഖുർആൻ കൊണ്ട് മാത്രമേ പറ്റൂ. അങ്ങനത്തെ ഒരു ലോകം നമുക്ക് കണ്ടു തീർക്കാനോ പറഞ്ഞു തീർക്കാനോ കേട്ടു തീർക്കാനോ ചിന്തിച്ച് കണക്ക് കൂട്ടാനോ കഴിയാത്തൊരു ലോകമാണ് സ്വർഗം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് എത്തി. അള്ളാഹു തരട്ടെ, അള്ളാഹു സ്വർഗം തരട്ടെ. സ്വർഗത്തിലെത്തി. സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ ചിലരെ ആഗ്രഹിക്കും, അള്ളാഹുവേ ഇക്കാക്ക സ്വർഗത്തിലുണ്ടെന്നാ ഞാൻ അറിഞ്ഞത്, കണ്ടില്ലല്ലോ. അങ്ങനെ എന്റെ ഹജ്ജിന് പോയി ഉംറക്ക് പോയി ഇപ്പൊ ഹറമിലുണ്ടെന്നറിഞ്ഞാൽ നമ്മുടെ പ്രവാസി സഹോദരന്മാർ ജിദ്ദയിലുള്ളവർ ഓടി വരും, റിയാദിലുള്ളവർ ഓടി വരും, തായിഫിലുള്ളവർ ഓടി വരും. എന്റെ അയൽവാസി ഈ വർഷം ഹജ്ജിന് വന്നിട്ടുണ്ട്, CCAയിലുണ്ട്, അല്ലെങ്കിലോ വേറെ എവിടെയുണ്ട്, ഓടി വരും. അവർ വരുന്നൊരു വരവുണ്ടല്ലോ. അള്ളാഹുവേ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ജിദ്ദയിലേക്ക് എയർപോർട്ടിലേക്ക് ചെന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ KMCCയുടെ പ്രവർത്തകരടക്കമുള്ള നമ്മുടെ സഹോദരന്മാരങ്ങ് വരും. സ്വർഗത്തിൽ വെച്ച് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ആഗ്രഹം തോന്നും, പടച്ചോനെ എന്റെ മൂത്താപ്പ ഇവിടെ ഉണ്ട്, എന്റെ വാപ്പ ഇവിടെ ഉണ്ട്, എന്റെ ഉമ്മ ഇവിടെ ഉണ്ട്. സ്വർഗത്തിൽ താമസം ഉറപ്പിച്ചു കഴിയുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദസ്തഖറ അഹ്ലുൽ ജന്നത്തി ഫിൽ ജന്ന. സ്വർഗത്തിലെ താമസം തുടങ്ങി, സ്വർഗത്തിലെ ജീവിതം തുടങ്ങി കഴിയുമ്പോൾ സ്വർഗവാസി ഇസ്താഖൽ ഇഖ്വാൻ ഇലൽ ഇഖ്വാൻ. പിന്നെ അവിടെയുള്ള ആകെയുള്ള ഒരു പരിപാടി കറങ്ങാൻ പോക്കാണ്. ആ ആളെ കാണാൻ പോകാൻ, ഈ ആളെ നല്ല ഓർമ്മയും ബോധമാണ്. സ്വർഗത്തിലല്ലേ, നല്ല ഓർമ്മ കിട്ടും. ഇന്ന ആളെ കണ്ടില്ലല്ലോ, ആ ആളെ കണ്ടില്ലല്ലോ. നമ്മുടെ ആയുസ്സിൽ ആരൊക്കെ കാണാനുണ്ടോ എല്ലാവരും കാണാൻ പോകും. അതല്ലാതെ വേറൊരു പരിപാടിയില്ല അവിടെ. അപ്പൊ ആ ആളെ കാണാൻ പോകാൻ ആഗ്രഹിക്കും. അങ്ങനെ കാണാൻ നേരത്ത് ഫയസീർ എങ്ങനെയാ പോകാന്നറിയോ? ഫയസീറു സരീറുൻ സരീറു ഹാദാ ഇലാ സരീരി ഹാദാ. പറക്കുന്ന ഒരു കട്ടിൽ അവരുടെ മുന്നിലേക്ക് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിന്റെ മുകളിലേക്ക് അങ്ങ് കയറിയിരുന്നാൽ ആ പറക്കുന്ന കട്ടിലങ്ങ് പറക്കും. ആ കട്ടിലിനറിയാം ഈ മനുഷ്യന്റെ മനസ്സിൽ എവിടേക്ക് പോകണം എന്ന്. പറയേണ്ടതിൽ അങ്ങോട്ട് പോകും. അപ്പോഴുണ്ട് ഈ മനുഷ്യൻ കാണാൻ വരുന്നത് ആഗ്രഹിച്ച പോലെ ആ മനുഷ്യനും ആഗ്രഹിച്ചിട്ടുണ്ട്. ആ കട്ടിലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും.
അങ്ങനെ രണ്ട് കട്ടിലുകൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടും. ഫയൽതഖിയാൻ, രണ്ട് കട്ടിലുകൾ ഇങ്ങനെ നിന്ന് കണ്ടുമുട്ടും. എന്നിട്ടോ വയതഹദ്ദസാൻ, രണ്ടുപേരും നിന്നുകൊണ്ട് വർത്തമാനം തുടങ്ങും. ഇവരിങ്ങനെ വരും, കട്ടിലിൽ ഇവിടെ നിന്നിട്ട് ഒരാൾ വർത്തമാനം പറയും, മറ്റേ ആൾ കേൾക്കും, ഇവനങ്ങോട്ട് വരും. ഈ പറയണ മുഴുവനും ദുനിയാവിലെ കാര്യങ്ങളാണ്. എന്തൊക്കെയാ പറയാന്നറിയോ? ഭൂമിയിൽ അവർക്കുണ്ടായ മാക്കാന ബൈനഹുമാ ഫീ ദാരി ദുനിയാ, അന്ന് ചെറുപ്പത്തിൽ ഊഞ്ഞാല് കെട്ടി കളിച്ചത്, മീൻ പിടിക്കാൻ പോയത്, പന്ത് കളിക്കാൻ പോയത്, എല്ലാ കുസൃതികളും അവർ പറയും. എന്നിട്ട് ചോദിക്കും, എടോ കൂടപ്പിറപ്പേ, നീ ഓർക്കുന്നുണ്ടോ? തദ്കുറു യൗമകദ, ആ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഫീ മജ്ലിസികദ, അവിടെ വെച്ച്. എനിക്ക് ഓർമ്മയുണ്ടേ, എനിക്ക് ഓർമ്മയുണ്ട്, നീ ഓർക്കണില്ല എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് കളിയും ചിരിയാവും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവോട് ദ്വാരുന്നു, അള്ളാഹു നമുക്ക് പുറത്തു വന്നു, അങ്ങനെ നമ്മൾ സ്വർഗത്തിലെത്തി എന്ന് പറഞ്ഞിട്ട് വർത്താനം തീരാ. സാധാരണ ലോക്കൽ നാടൻ ശൈലി എങ്ങനെയോ അതുപോലെ അവർ ആസ്വദിച്ച് അങ്ങും ഇങ്ങും ഇടപഴകുമെന്ന് പരിശുദ്ധ റസൂൽ. ദുനിയാവിൽ ആ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഉവ്വാ, അന്നാ കല്യാണത്തിന് പോയത്, ഉവ്വാ ഞാൻ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാം ഓർക്കും, അവിടെ എല്ലാം ഓർക്കും. അന്ന് അവിടെ വെച്ച ആളെ കണ്ടത്, ഈ ആളെ കണ്ടത് എല്ലാം കണ്ട് എല്ലാം ഓർമ്മ. അവസാനം അവർ വർത്താനം തീരാൻ പോയപ്പോ എന്താ ഫദഅഊനല്ലാ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവോട് ഒരുപാട് ദ്വാരുന്നു, അങ്ങനെ അള്ളാഹു നമുക്ക് പുറത്തു വന്നു, അങ്ങനെ സ്വർഗം കിട്ടി ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ്. എന്നാ പോവല്ലേ? ഇതാണ് കണ്ടു പിരിഞ്ഞു, ഇതാണ് സ്വർഗം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. മഹ്ശറയിലേക്ക് ചെന്ന ചില മുഖം കണ്ടാൽ നമുക്കറിയാൻ പറ്റും ഇത് സ്വർഗത്തിലേക്കാണ്. ചില ആയത്തുകൾ ഞാൻ പറഞ്ഞുതരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة. എല്ലാ വെള്ളിയാഴ്ച തോതലുണ്ട്, എപ്പോഴും കേൾക്കലുള്ളതാ. ഇവിടെ എന്താ പറഞ്ഞത്? അന്ന് മഹ്ശറയിൽ നിൽക്കുമ്പോൾ ചില മുഖം നമുക്ക് കാണാൻ പറ്റും. എന്തോ ഒരു ഗ്ലാമറാണ് ആ മുഖം. ചില മുഖങ്ങളുണ്ട് അന്നത്തെ ദിവസം കറുത്തിരുണ്ടിരിക്കും. അല്ലാഹു അതിൽ പെടുത്താതിരിക്കട്ടെ. ചില മുഖങ്ങൾക്കൊരു തെളിച്ചം കാണാം, ഒരു വെളിച്ചം കാണാം. ആ മുഖങ്ങൾ കാണുമ്പോ ഭൂമിയിൽ ചെയ്തു കൂട്ടിയ അമലുകളൊക്കെ അല്ലാഹ് കബൂലാക്കി എന്ന റിസൾട്ടിന്റെ ഒരു തൃപ്തി അവരിലുണ്ടേ. അവരെവിടേക്കാ പോകുന്നതെന്നറിയുമോ? ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിന്റെ അകത്തളത്തിലേക്ക് അവർ പോകേണ്ടവരാണ്. അവരെത്തിപ്പെടുന്ന സ്വർഗമുണ്ടല്ലോ, ലാ തസ്മഉ ഫീഹാ ലാഗിയ, കലപില ശബ്ദങ്ങളൊന്നും അവിടെയില്ല. ഫീഹാ ഐനും ജാരിയ, ഒഴുകുന്ന പുഴകളല്ലാതെ ഒന്നും അവിടെയില്ല. കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലെ ഒഴുകുന്ന പുഴകൾ, മുത്ത് ചിതറുന്ന പോലെ വെള്ളം തെറിക്കുന്ന പുഴകൾ. എത്ര സമാധാനപൂർണമായ പുഴയുടെ അന്തരീക്ഷം, എത്ര തണുത്ത അന്തരീക്ഷം. ഫീഹാ സുറുറും മർഫൂഅ, ഉയർത്തി വച്ചിരിക്കുന്നതായ കട്ടിലുകൾ ഉണ്ട് അവിടെ, ഉയർത്തി വച്ചിരിക്കുന്ന കട്ടിലുകൾ. വഅക്വാബും മൗളൂഅ, നമുക്ക് ഉപയോഗിക്കാനുള്ള കോപ്പകൾ, പാത്രങ്ങൾ, ഉപയോഗിക്കേണ്ട പാനങ്ങളിൽ നിരത്തി വച്ചിരിക്കുന്നു. അതിങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നു. പിന്നെയോ വനമാരിഖു മസ്ഫൂഫ, അടുക്കടുക്കായി അടുക്ക് ചിട്ടയിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള പില്ലോകൾ, തലയിണകൾ അടുക്കി അടുക്കി വച്ചിരിക്കുന്നു. എന്ത് രസമാണിത് കാണാൻ, എന്ത് രസമാണ് കാണാൻ. ചില വീടുകളിൽ കബോർഡ് ഇങ്ങ് തുറന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ. കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി മടക്കി ചുരുട്ടി ചുരുട്ടി വെച്ചിട്ടുണ്ടാവും. ഓരോരുത്തരുടെ ഓരോ വകുപ്പ. ചില വീടുകളിലെ കബോർഡുകൾ തുറന്നാൽ പാത്രങ്ങളും വസ്ത്രങ്ങളും വെച്ചിരിക്കുന്ന ഭംഗി എങ്ങനെയോ ആ ഒരു ഭംഗിയെ സങ്കല്പിച്ചു നോക്കി. സ്വർഗത്തിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള തലയിണകളും വിരിപ്പുകളും ഒക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, വിരിപ്പുകളിൽപ്പെട്ട ചില വിരിപ്പിനെ പറഞ്ഞത് സറാബിയും അബ്സൂസ, ചില വിരിപ്പുകൾ വിരിച്ചു തന്നെയാ വെച്ചിരിക്കുന്നത്. അതങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി.
അതങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ വീട്ടിൽ ഉമ്മമാര്, സഹോദരിമാര്, ഭാര്യമാര് പ്രശ്നം ഉണ്ടാക്കുന്ന ആ ബെഡ് വൃത്തിയേടാക്കുമ്പോഴാണ്. അതിപ്പാണ് വിരിച്ചിട്ടുള്ളത്, അതിന്റെ മുകളിലേക്ക് തന്നെ ഒന്ന് കേൾക്കണം, എവിടെ എടുത്ത് കിടക്കണ്ടേ ചങ്ങാതി. കാരണം എന്താ, അവർക്ക് അതങ്ങനെ അടുക്കും ചിട്ടയിലും വൃത്തിയിലും വെടിപ്പിലാക്കി വെക്കുക. അതിന്റെ ആ ഒരു ഫ്രഷ്നെസ് അത് അവർക്ക് നിർബന്ധം. സ്വർഗത്തിൽ ഇങ്ങനെ ഇനി ഉണ്ട കുത്തി മറിയണമെങ്കിൽ വിരിച്ചിട്ടേക്കാന്നാ ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞത് സ്വർഗത്തിലുള്ളതായ വിരിപ്പുകൾ നിങ്ങൾക്ക് തല കുത്തി മറിയണോ, വിരിപ്പൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്, തലയണൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊരു അച്ചടക്കമുള്ള ഒരു ബെഡ്റൂം പറഞ്ഞ പോലെ സ്വർഗം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. റമളാൻ കബൂലാക്കു അല്ലാ. നോമ്പുകൾ സ്വീകരിക്കു അല്ലാ. നിന്റെ സ്വർഗം നസീബാക്കണേ അല്ലാ. നിന്റെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ജീവിതത്തിൽ പല നിലക്കുള്ള ലാഭങ്ങളും നഷ്ടങ്ങളും നീ ഞങ്ങൾക്ക് ഖളാ ആക്കിയിട്ടുണ്ട്. ആഖിറത്തിന്റെ നഷ്ടങ്ങളിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പലതും ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ പകരം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, കടം വന്ന് പലതും വിറ്റുപോയവരുണ്ട് അല്ലാ. ഖൈറായ മറ്റൊന്ന് വാങ്ങാനും സമ്പാദിക്കാനും നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ദുആ വസിയത്ത് ചെയ്തവർക്ക് ഖൈർ നൽകുക അല്ലാ. അനുഗ്രഹീതമായ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്തവർക്ക് റബ്ബേ നീ ആഫിയത്ത് കൊടുക്കുക അല്ലാ. ഞങ്ങളുടെ മക്കളുടെ എക്സാം പഠനമെല്ലാം നീ ഖൈറിലും ബറക്കത്തിലും ആക്കണേ അല്ലാ. ജോലി തേടുന്ന മക്കൾക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. നല്ല അവസരങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, വീടില്ലാത്തവർക്ക് വീട് പണിയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് റബ്ബേ ഒരു തുണ്ട് മണ്ണ് വാങ്ങി നല്ല ഒരു വീട് വെക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ നീ പൊറുക്കാത്ത തെറ്റിലേക്ക് ഞങ്ങൾ പോവല്ലേ അല്ലാ. പുണ്യ റമളാന്റെ വിശുദ്ധി ഞങ്ങളുടെ ഖൽബിൽ റബ്ബേ നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാണ്, നീ നിറവേറ്റി തരണേ അല്ലാ. നിന്റെ പുണ്യമാക്കപ്പെട്ട ഹറമുകളിലേക്കുള്ള ഞങ്ങളുടെ യാത്രകളെ നീ എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. അല്ലാഹുവേ റബ്ബേ, വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകുക അല്ലാ. ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വീടുകളിൽ നീ ഖൈർ നൽകണേ അല്ലാ. ഒരാളുടെയെങ്കിലും ഒരു വറ്റ് ആഹാരമോ ഒരിറക്ക് വെള്ളമോ ഞങ്ങൾ കഴിച്ചാൽ കുടിച്ചാൽ അവർക്ക് സ്വർഗമല്ലാത്ത മറ്റൊന്നും നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരാളെങ്കിലും ഞങ്ങളുടെ നേരെ പുഞ്ചിരിച്ച് സന്തോഷം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ തരുന്ന സന്തോഷങ്ങൾക്ക് നീ ആഖിറത്തിന്റെ സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കുക അല്ലാ. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ ഇന്ത്യ മഹാരാജ്യത്തെ മതസ്വാതന്ത്ര്യം നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. പാവപ്പെട്ട ഫലസ്തീനികൾക്ക് റബ്ബേ നീ ആശ്വാസം നൽകണേ അല്ലാ. ഞങ്ങളുടെ പണ്ഡിതന്മാർ പലരും രോഗം കൊണ്ടും പ്രയാസം കൊണ്ടും ഇടങ്ങേറുകൾ കൊണ്ടും അവർ കഷ്ടപ്പെടുന്നവരുണ്ട്. എന്നിട്ടും ഞങ്ങളുടെ മുന്നിൽ സമൂഹത്തിന് നേതൃത്വം നൽകാൻ അവർ വളരെ ആർജവത്തോടെ മുന്നിലുണ്ട്. അല്ലാഹുവേ, സമുദായത്തിന്റെ യശസ്സിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന എല്ലാ പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, NRC ഞങ്ങളുടെ രാജ്യത്ത് വരല്ലേ അല്ലാ. അല്ലാഹുവേ, പൗരത്വ നിയമത്തിന്റെ കിരാതമായ നിയമങ്ങൾ വരല്ലേ അല്ലാ. രാജ്യത്തിന്റെ സന്തോഷവും സൗഹൃദവും കെടുത്താൻ ആര് ശ്രമിച്ചാലും അവനെ പിടിച്ചു കെട്ടാനുള്ള ചങ്ങല നിന്റെ കയ്യിലല്ലേ അല്ലാ. ഇന്നലദൈന അൻകാലം വജഹീമ വതആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമ എന്ന്
നിന്റെ ഖുർആൻ പറഞ്ഞത് ആരെ പിടിച്ചു കെട്ടാൻ വേണ്ടിയാണോ അങ്ങനെ പിടിച്ചു കെട്ടേണ്ടവരെ പിടിച്ചു കെട്ടേണ്ട സമയത്ത് നീ പിടിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ പിടിച്ചു കെട്ടണം അല്ലാ. രാജ്യത്തിന്റെ മതേതരത്വവും സൗഹൃദവും നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, വർഗീയ കലാപങ്ങൾ ഉണ്ടാവല്ല അല്ലാ. അല്ലാഹുവേ, പാവപ്പെട്ട ഫലസ്തീനികൾ റബ്ബേ തീതുപ്പുന്ന മിസൈലുകൾക്കടിയിൽ ഒരു കൊടശീലയുടെ കനം പോലുമില്ലാത്ത മേലാപ്പിന്റെ ചുവട്ടിൽ കഴിഞ്ഞുകൂടുമ്പോഴും നോമ്പുകൊണ്ടവരുടെ വയറിലേക്ക് വലിപ്പമുള്ള കല്ലുകൾ വെച്ച് കെട്ടിയ കൊച്ചുമക്കളുടെ ചിത്രം കണ്ട് ഞങ്ങൾ ഭയന്നു പോയി അല്ലാ. ഫലസ്തീനികൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ഫലസ്തീനികൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ഖദർ ഖലായിൽ കുറെ മഹാന്മാരായ ഷഹീദന്മാർ ഈ ഭൂമിയുടെ അലങ്കാരമായി നീ വെച്ചിട്ടുണ്ട് എങ്കിൽ അത് മഹാന്മാരായ ഫലസ്തീനികൾക്ക് അവസരം നീ കൊടുക്കുമ്പോൾ അവർ ഷഹാദത്തിന്റെ വഴിയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് കലിമ ചൊല്ലുമ്പോഴും ഈമാൻ കുറഞ്ഞ ഞങ്ങളുടെ ഖൽബ് പിടയാ റബ്ബേ. മീഡിയ എത്ര ഒളിച്ചു വെച്ചാലും ഒരല്പം ഞങ്ങൾ കാണാൻ ഇടയാകുന്നുണ്ട് അല്ലാഹുവേ. ആ കണ്ടതിൽ വെച്ച് ഞങ്ങളുടെ കണ്ണിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുള്ള ഖൽബ് പിടയാണ് അല്ലാ. ഫലസ്തീനി ബാലൻ വയറിൽ കല്ല് വെച്ച് കെട്ടുമ്പോ ഞങ്ങളുടെ മക്കൾ സമൃദ്ധമായ ആഹാരം കഴിക്കുന്നു അല്ലാഹുവേ റബ്ബേ. ഫലസ്തീനികളിൽ നിന്റെ നീതി നീ നടപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ലോകത്ത് ഒരു ആളും പീഡിപ്പിക്കപ്പെടല്ല അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പാപം പറഞ്ഞ നാവാണ് അല്ലാ. നാവിൻ തുമ്പിലേക്ക് സരളമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് വരണേ അല്ലാ. തമ്പുരാനെ, ഞങ്ങളുടെ കാതിലേക്ക് അവസാനം നിന്റെ ഖുർആൻ അനർഘവചസ്സുകൾ ഒഴുകിയെത്തണേ അല്ലാ. പാപം കണ്ട കണ്ണാണ് അല്ലാ. പാപം ചിന്തിച്ച ഖൽബാണ് അല്ലാ. ഞങ്ങളുടെ അവസാന നിമിഷത്തിൽ കൺകുളിർക്ക് കാണാൻ ഇസ്രായേലിന്റെ ഭീകരമായ മുഖത്ത് നോക്കാതെ നിന്റെ പുണ്യപൂമാന്റെ മുഖത്ത് നോക്കി ചിരിച്ചു മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله على محمد اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.